കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സംപൂജ്യരായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ശ്രീമദ് ഭാഗവതം വേദാന്ത സാരമാണ്. ഉപനിഷത്ത് തത്വങ്ങളെ സാധാരണക്കാർക്ക് വേഗത്തിൽ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് പുരാണങ്ങളെല്ലാം എഴുതിയത്. പുരാണങ്ങളുടെയൊക്കെ ലക്ഷ്യം വേദാന്തത്തെ ലഘൂകരിച്ച് സാധാരണക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള പുരാണങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ പുരാണങ്ങളിൽ തിലകക്കുറി എന്ന് പറയാവുന്ന പുരാണമാണ് ഭാഗവതം. അപ്പോൾ ഭാഗവതത്തിൻ്റെയും ഉദ്ദേശ്യം മറ്റൊന്നല്ല. സർവ വേദാന്തസാരം ഹി ശ്രീ ഭാഗവതമിഷ്യത്തെ. സർവ വേദാന്ത തത്വങ്ങളെയും വേണ്ടതുപോലെ ഉപദേശിച്ചു കൊടുക്കാനാണ് ഭാഗവതം ഉണ്ടായത്. ഇപ്പോൾ സ്തുതികളിലൂടെയും അതുപോലെ മഹാത്മാക്കൾ തമ്മിലുള്ള ഉപദേശങ്ങളിലൂടെയും പിന്നെ പല പല കഥകളിലൂടെയും ഈ വേദാന്ത തത്വത്തെ ബോധ്യപ്പെടുത്തി തരുന്നു. ഉദാഹരണത്തിന് എത്രയോ സ്തുതികൾ നമുക്ക് കാണാം. എത്രയോ സ്തുതികൾ ഭാഗവതത്തിലുണ്ട്. ഈ സ്തുതികളിലെല്ലാം ഉപനിഷത്തിൻ്റെ സാരം അടങ്ങിയിട്ടുണ്ട്. ഇപ്പം പാലാഴി മഥനത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്തുതിയാണ് അജാതജന്മസ്ഥിതി സംയമായ അണോരണിന്നേ പരിഗണ്യധാംനേ മഹാനുഭാവായ നമോ നമസ്തേ. അണോരണിന്നേ പരിഗണ്യധാംനേ. അണുവിൽ അണുവായിരിക്കുന്നതും അവിടുന്നാണ്. അണുവിൽ അണുവായി അങ്ങിരിക്കുന്നു. വലിയതിലോ വലുപ്പമുള്ളതിൽ ഏറ്റവും വലുപ്പമുള്ളതും അവിടുന്ന് തന്നെയാണ്. മഹാനുഭാവായ മഹാനുഭാവനാണ് അവിടുന്ന്. ഇനി ഓരോരോ സ്തുതി നോക്കൂ. രൂപം യത്തൽ പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതി നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണു അധ്യാത്മദീപ. ദേവകി ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ്. ഈ ഒരു സ്തോത്രം തന്നെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ തീരില്ല. അവ്യക്തമാണ് അവിടുത്തെ രൂപം. അവ്യക്തം ആദ്യം. ആദ്യനാണ് അവിടുന്ന്. ആദി അവിടുത്തെയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ആരംഭിച്ചത്. ബ്രഹ്മജ്യോതി. ബ്രഹ്മം പ്രകാശമായി. ബ്രഹ്മത്തിൻ്റെ ആ മഹിമ പൂർണ്ണമായി അവിടുത്തെയിലുണ്ട്. ബ്രഹ്മം എന്താണ്? ഈ കാണുന്ന പ്രപഞ്ചത്തിന് മുഴുവൻ കാരണം, ഇവയെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന തത്വം. അതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഓരോരോ സ്തോത്രങ്ങളും വേദാന്ത പ്രതിപാദകങ്ങളാണ്. ഇനി അതുപോലെ ഉപദേശങ്ങളിലേക്ക് കടന്നാലോ. ഇപ്പൊ കപിലോപദേശം. ആ കപിലോപദേശത്തിലും ഉപനിഷത്തിന്റെ സാരം കാണാൻ സാധിക്കും. പിന്നെ ഓരോ ദിക്കിലും ഇപ്പം ഭാഗവത ധർമ്മത്തിൽ അവിടെയും ഉപനിഷത്തിന്റെ താല്പര്യം കാണാൻ കഴിയും. ഭഗവാന്റെ ഉദ്ധവോപദേശത്തിൽ അവിടെയും ഉപനിഷത്തിന്റെ സാരമാണ് വർണ്ണിക്കുന്നത്. ചുരുക്കത്തിൽ സ്തുതികളിലൂടെയും ഉപദേശങ്ങളിലൂടെയും പിന്നെ കഥകളിലൂടെയും അതെ പല പല കഥകളിലൂടെയും ധാർമ്മികതയും അതുപോലെ ഉപനിഷത്തിൽ പറഞ്ഞ ആത്മജ്ഞാനവും സകലതും അവിടെ കാണാൻ സാധിക്കും കഥകളിൽ. ഉദാഹരണത്തിന് രാസക്രീഡ കേവലം ഒരു കഥയല്ല അത്. ആ കഥയിൽ അന്തർലീനമായിരിക്കുന്നത് എന്താണ്? ഉപനിഷത്തിന്റെ സാരമാണ്. ഇങ്ങനെയുള്ള വളരെ വിശിഷ്ടമായ ഒരു പുരാണമാണ് ഇവിടെ സത്രമായി നടത്തിക്കൊണ്ടുവരുന്നത്. 16ാമത്തെ തവണയാണ് അവിടെ സത്രം നടക്കുന്നത്. കഴിഞ്ഞ
3 വർഷത്തോളം 3-4 വർഷമായിട്ട് ഞാനും ഇവിടെ വരാറുണ്ട്. ഈ വർഷവും എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത് ഇതുപോലുള്ള ഒരു സ്തോത്രം, ഭാഗവതത്തിൽ വേദാന്ത തത്വത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തുതി, അതാണ് നമുക്കിവിടെ വർണ്ണിക്കാനുള്ളത്. തൃതീയ സ്കന്ധത്തിലെ 9-ാം അധ്യായത്തിലെ ബ്രഹ്മാവിൻ്റെ സ്തുതി. പലപ്പോഴും സപ്താഹയജ്ഞങ്ങളിൽ ബ്രഹ്മാവ് സ്തുതിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക പതിവ്. കാരണം അതൊന്നും വർണ്ണിക്കാൻ സമയം കിട്ടില്ല. വരാഹാവതാരം 1-ാം ദിവസം എത്തണം. അതിനാൽ തന്നെ ബ്രഹ്മാവ് പ്രത്യക്ഷനായ ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. ഒറ്റ വാക്യത്തിലൂടെ സ്തുതി മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം സമയം കിട്ടില്ല. അപ്പം അങ്ങനെ പലപ്പോഴും നമ്മൾ പരാമർശിക്കാൻ വിട്ടുപോകുന്ന ഒരു സ്തോത്രമാണ് 9-ാം അധ്യായത്തിലെ ബ്രഹ്മാവിൻ്റെ ഈ സ്തോത്രം. വളരെ മുഖ്യമായ അർത്ഥങ്ങളും ആശയങ്ങളും ഈ ഒരു സ്തോത്രത്തിലുണ്ട്. ഉപനിഷത്തിൻ്റെ സാരം തന്നെയാണ് ഈ സ്തോത്രം, നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. എന്താ അവിടെ പറഞ്ഞത്? ബ്രഹ്മോവാച, ബ്രഹ്മാവ് പറഞ്ഞു, ജ്ഞാതോസിമേത്യ സുചിരാൽ നനുദേഹഭാജാം നജ്ഞായതേ ഭഗവതോ ഗതിരിത്യവദ്യം നാന്യത്വദസ്തി ഭഗവന്നപി തന്ന ശുദ്ധം മായാഗുണവ്യതികരാത് യദുരുർവിഭാസി. എന്താ അവിടെ പറഞ്ഞത്? സുചിരാത് മേ ആദ്യ ജ്ഞാത അസി. സുചിരാത് അനവധി കാലത്താൽ, സുചിരാത് അനവധി കാലം കൊണ്ട്, മേ എന്നാൽ എനിക്കായി, ആദ്യ ഇപ്പോൾ, ജ്ഞാത അസി അങ്ങ് അറിയപ്പെട്ടു. അനവധി കാലത്തിൻ്റെ തപസ്സിൻ്റെ ഫലമായി എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചു. ഭഗവതഃ ഗതിഹി ന ജ്ഞായതേ ഇതി ദേഹഭാജാം അവദ്യം. ഭഗവാന്റെ തത്വത്തെ അറിയാത്തതാണ് എന്ത്? ശരീരം എടുത്തവരുടെ ഏറ്റവും വലിയ ദോഷം. അവിടുത്തെ തത്വം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ ശരീരം എടുത്തവർക്ക് അങ്ങയുടെ രൂപം കാണാൻ എളുപ്പമല്ല. ഭഗവൻ, അല്ലയോ ഈശ്വര, ത്വത് അന്യത് ന അസ്തി, അങ്ങയിൽ നിന്ന് അന്യമായി ഒന്നുമില്ല, അവിടുത്തെയിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. അഭി എങ്കിലും, തത് ന ശുദ്ധം മായാഗുണവ്യതികരാത്. പക്ഷെ ഇവിടെ കാണുന്നതൊക്കെ അങ്ങ് തന്നെയാണെങ്കിലും അത് ശുദ്ധമായ അവിടുത്തെ സ്വരൂപമല്ല, മായയാൽ ചേർന്നിരിക്കുന്ന രൂപമാണ് ഇവിടെ കാണുന്നത്. ഉരു അനേകനായി, അങ്ങ് തന്നെ ഏകനായ അവിടുന്ന് തന്നെ അനേകനായി, വിഭാസി ശോഭിക്കുന്നു. എന്താ അവിടെ പറഞ്ഞത്? ഈ അവിടുത്തെ രൂപം, അങ്ങയുടെ മനോഹരമായ ഈ രൂപം തപസ്സിന്റെ ഫലമായി എനിക്ക് കാണാൻ സാധിച്ചു. മാവ് പറയാണ്, തപസ്സിന്റെ ഫലമായി എനിക്ക് കാണാൻ കഴിഞ്ഞു. നമുക്കും അതെ, ഭഗവാൻ എങ്ങനെ കാണാൻ കഴിയൂ? തപസ്സിലൂടെ പോയാൽ മാത്രമേ സാധിക്കൂ. ഇപ്പൊ ചോദ്യം, എന്താണ് ഈ തപസ്? ഏതെങ്കിലും ഗുഹകളിലോ അല്ലെങ്കിൽ പർവ്വതങ്ങളിലോ ഇരുന്ന് എന്തെങ്കിലും ക്രിയാകലാപങ്ങൾ ചെയ്യുന്നതാണോ തപസ്? തപസ് എന്ന് പറഞ്ഞാൽ പറയും, മനസ്സശ്ച ഇന്ദ്രിയാണാം ച ഐകാഗ്ര്യം പരമം തപഃ. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയ്ക്കാണ് തപസ് എന്ന് പറയുക. മനസ്സശ്ച ഇന്ദ്രിയാണാം ച ഐകാഗ്ര്യം. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പുറമേക്ക് പോകുന്നതാണ്. പുറമേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ മുഴുവൻ അന്തർമുഖമാക്കി സ്വന്തം ആത്മസ്വരൂപത്തിലേക്ക് ഉറപ്പിക്കുന്നതിനാണ് തപസ് എന്ന് പറയുന്നത്. അതുപോലെ മനസ്സിനെയും, മനസ്സിന് സാക്ഷിയായിരിക്കുന്ന ആ പരമാത്മാവിലേക്ക് ഉറപ്പിക്കലാണ് തപസ്. ഈ ഒരു തപസ്സിലൂടെ പോയാൽ അതല്ലേ, കണ്ണടച്ച് തെരുതരെ വീണു വണങ്ങി യോതിടയണം. നാരായണഗുരു സ്വാമികളും പറയുന്നുണ്ട്, കണ്ണുകൾ ഉള്ളടക്കി തെരുതരെ വീണു വണങ്ങി യോതിടയണം. കണ്ണുകളൊക്കെ അടച്ച് ഉള്ളിലേക്ക് തിരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിക്കുമ്പോഴാണ് ആരെ ലഭിക്കുന്നത്? സത്യസ്വരൂപനായ ഭഗവാനെ പ്രാപിക്കാൻ കഴിയുന്നത്. ഈ തപസ്സിന്റെ ഫലമായി, അനവധി കാലത്തെ തപസ്സിന്റെ ഫലമായി എനിക്ക് അങ്ങയെ പ്രാപിക്കാനായി കഴിഞ്ഞു. പറയാണ്, ഈ ലോകത്തില് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ വിഷമം എന്താണ്?
മനുഷ്യജന്മം കിട്ടിയിട്ടും അവിടുത്തെ രൂപത്തെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ കുഴപ്പം. ഇത് ഭാഗവതത്തിലെ ഏകാദശസ്കന്ധത്തിൽ വർണ്ണിക്കുന്നുണ്ട് ഈ ഒരാശയം. പറയുന്നുണ്ട് അവിടെ, നിർദേഹം ആദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ധിം നതരേൽ സ ആത്മഹ. നിർദേഹം, ഈ മനുഷ്യ ശരീരം കിട്ടി, വളരെ സുലഭമായി തന്നെ ലഭിച്ചു. സുദുർലഭം, കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളാരും പാപികളൊന്നല്ലേ. മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ പുണ്യാത്മാക്കളാണ്. നമ്മളാരും പാപികളൊന്നല്ല. പാപികളെ എന്നൊന്നും ആരും വിളിക്കരുത്, ആരും പാപികളല്ല. ഈ ശരീരം കിട്ടിയത് തന്നെ എന്തിൻ്റെ ഫലമായിട്ടാണ്? പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ്. സുദുർലഭം, വളരെ പ്രയാസമുള്ള ഈ ശരീരം ലഭിച്ചു. ഗുരു കർണധാരം, നല്ലൊരു ഗുരുനാഥനെയും കിട്ടി. ഗുരു കർണധാരം, കർണധാരം വെച്ചാൽ കപ്പിത്താൻ. നല്ലൊരു കപ്പിത്താനും വന്നു, ഗുരുനാഥനാകുന്നൊരു കപ്പിത്താനും വന്നു. പിന്നെയോ മയാ ആനുകൂലേന നഭസ്വതേരിതം, ഭഗവാന്റെ ആനുകൂല്യമാകുന്ന നഭസ്വാൻ, കാറ്റും കൂടി ഉണ്ട്. പായ്ക്കപ്പല്ല നമ്മൾ പോണത്, അപ്പൊ കാറ്റുണ്ടെങ്കിലല്ലേ കപ്പൽ പോവുള്ളൂ. അപ്പം ഭഗവാന്റെ ആനുകൂല്യമാകുന്ന കാറ്റും നമ്മളെ കയ്യിലേക്ക് വന്നു, നമുക്ക് അനുകൂലമായി. എന്നിട്ടും ആരാണോ ഈ സംസാരസാഗരത്തെ തരണം ചെയ്യാതിരിക്കുന്നത് അവനാണ് വാസ്തവത്തിൽ ആര്? ആത്മഹത്യ ചെയ്തവനാണ്. നമ്മളിപ്പം ആത്മഹത്യ ചെയ്തവെന്ന് പറയപ്പോ ആരെയാ? തീവണ്ടിക്ക് തല വെച്ചാൽ, വിഷം കുടിച്ചാൽ. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഭാഗവതത്തിന്റെ ശ്ലോകത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷ ആളുകൾ ഇപ്പൊ എവിടേക്കാ, എങ്ങനെയാ മരിക്കുന്നത്? ആത്മഹത്യ ചെയ്തിട്ട് തന്നെയാ പോണത് വിടുന്ന്. ശരീരത്തിലിരുന്ന് ഭഗവാൻ അറിയാൻ സാധിക്കാതെയാണ്, സ്വന്തം ഉള്ളിലുള്ള ഈശ്വരനെ അറിയാൻ കഴിയാതെയാണ് പലരും ഈ ലോകം വിട്ടു പോണത്. അധികം പേരും ഈ ലോകം വിട്ടു പോണത്. അപ്പം ഭൂരിപക്ഷം എങ്ങനെയായിരിക്കും? ആത്മഹത്യ ചെയ്തവർ തന്നെയായിരിക്കും. അപ്പം ഭഗവാന്റെ രൂപത്തെ കാണാതിരിക്കലാണ്, കാണാൻ സാധിക്കാതിരിക്കലാണ് മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും വലിയൊരു ദോഷം. സാധിക്കുന്നൊരു ജന്മമാണ്. സ്വന്തം ഈശ്വരനെ, അവനവനിലുള്ള ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ജന്മം കിട്ടി. അത് കിട്ടിയിട്ടും ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല പലപ്പോഴും. അപ്പൊ ചോദ്യം, ഭഗവാൻ ഇപ്പൊ എവിടെയാ? ഇവിടെ കണ്ടതൊക്കെ ആരാണ്? ഭഗവാൻ തന്നെയാണ്. അത് മനസ്സിലാക്കലാ ഭഗവാനെ കാണുക എന്ന് പറഞ്ഞാൽ. ഇവിടെ കണ്ടതൊക്കെ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കലാണ് യഥാർത്ഥത്തിൽ ഈശ്വര ദർശനം. അല്ലാതെ വേറെ ഏതോ ഒരു ലോകത്തിൽ, മറ്റേതോ ഒരു സ്ഥലത്തുള്ള ഒരു ദൈവത്തെ എങ്ങനെ കാണലല്ല. സ്വർഗത്തിലോ ഇനി അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ലോകത്തിലോ, ആകാശത്തിൻ്റെ മുകളിലായോ അവിടെ ഏതോ ഒരു ലോകത്തിലിരിക്കുന്ന ഒരു ദൈവത്തെ ഒരു ദിവസം അവിടെ കാണുക, അങ്ങനെയല്ല. അതല്ല ഈശ്വര ദർശനം. എന്താ ഈശ്വര ദർശനം? ഇവിടെ കാണുന്നതൊക്കെ ആരാണ്? ഈശ്വരൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കലാണ്. ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടായാൽ ഈശ്വര ദർശനമായി. ഇവിടെ പറയാണ്, ഭഗവാനെ ത്വത് അന്യത് ന അസ്തി, അങ്ങയിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. ബ്രഹ്മാവ് പറയാണ്, വാസ്തവത്തിൽ നമ്മൾ കാണുന്നതൊക്കെ ആരെ തന്നെയാണ്? ഈശ്വരനെ തന്നെയാ കാണുന്നത്. ഈശ്വരനിലൂടെ ഈശ്വരനെ തന്നെ കാണുന്നു. ഈശ്വരനിലൂടെ ഈശ്വരനെ തന്നെ നമ്മൾ കാണുന്നു. പക്ഷേ നമുക്കത് മനസ്സിലാവുന്നില്ല കണ്ടതൊക്കെ ഈശ്വരനാണ് എന്നുള്ളത്. വാസ്തവത്തിൽ അങ്ങല്ലാതെ മറ്റൊന്നില്ല. ഉപനിഷത്തിന്റെ സാരാംശം തന്നെ എന്താണ്? സർവം ഖല്വിദം ബ്രഹ്മ, സർവവും ബ്രഹ്മം തന്നെയാകുന്നു. ഇവിടെ ഈശ്വരനല്ലാതെ ബ്രഹ്മമല്ലാതെ മറ്റൊന്നില്ല. അതാണ് അദ്വൈതം എന്ന് പറഞ്ഞാൽ. അദ്വൈതം വെച്ചാൽ എന്താണ്? ഇവിടെ ബ്രഹ്മമല്ലാതെ രണ്ടാമതായി മറ്റൊന്നില്ല എന്നുള്ളതാണ്. ദ്വൈതസ്യ ഭാവഃ ദ്വൈതം, രണ്ട് എന്നതിൻ്റെ ഭാവമാണ് ദ്വൈതം. നദ്വൈതം അദ്വൈതം, ഇവിടെ രണ്ടാമതായ ഒന്നില്ല, അതത്രേ അദ്വൈതം. പലരും ധരിച്ചത് എന്താണ്? ഏകദൈവ വിശ്വാസമാണ് അദ്വൈതം ധരിച്ചു വെച്ചിട്ടുണ്ട്. ഏകദൈവ വിശ്വാസവും അദ്വൈതവും രണ്ടും രണ്ടാണ്. വേദത്തിന്റെ താല്പര്യം ഏകദൈവ വിശ്വാസമല്ല, മറിച്ച് എന്താ? അദ്വൈതമാണ്. ഏകദൈവ വിശ്വാസം വെച്ചാൽ ഈ ഭൂമിയിലൊന്നല്ല, മറ്റേതോ ഒരു ലോകത്ത് ഒരു ദൈവം,
ആകെക്കൂടെ ഒരു ദൈവമുണ്ട്, ആ ദൈവം ഇരിക്കുന്നുണ്ട്. ആ ദൈവം അങ്ങനെ ഇരുന്നിട്ടോ ഇവിടെ പലതും ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നുണ്ട്. ആ ദൈവത്തെ വണങ്ങിയാൽ നമുക്ക് ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് എത്താൻ കഴിയും. ആ ദൈവം പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കാതിരുന്നാലോ, ദൈവത്തെ വണങ്ങാതിരുന്നാലോ ദൈവം പിടിച്ച് എങ്ങോട്ടാക്കും? നരകത്തിലേക്ക് കൊണ്ടുപോയിട്ടാക്കും. അങ്ങനെ ശിക്ഷകളും ഒക്കെ നൽകും. അതാണ് എന്ത് ഈ ഏകദൈവം എന്ന് പറഞ്ഞാൽ. ആ ഒരു ഏകദൈവമാണോ നമ്മുടെ കാഴ്ചപ്പാട്? അല്ലല്ല. നമ്മളാരും ഏകദൈവ വിശ്വാസികളൊന്നല്ലേ. അനവധി ദൈവം നമുക്കുണ്ട്. ഒരു ദൈവം എന്നാണ് ആരും പറയരുത്. എത്രയോ ദൈവം നമുക്കുണ്ട്. സകലം ദൈവമാണ്. സൂര്യൻ നമുക്ക് ദൈവമാണ്, മണ്ണ് നമുക്ക് ദൈവമാണ്, ഭൂമി നമുക്ക് ദൈവമാണ്, അമ്മ അച്ഛൻ നമുക്ക് ദൈവമാണ്, വായു നമുക്ക് ദൈവമാണ്, വെള്ളം നമുക്ക് ദൈവമാണ്. അനവധി ദൈവമുണ്ട്. ഒരു ദൈവവും എന്നല്ല. അനവധി ദൈവം ഉണ്ടാവുന്നതല്ലേ നല്ലത്? ഒരു ദൈവം ഉണ്ടാവുന്നതിനേക്കാൾ നല്ലത് എന്താ? അനവധി ദൈവം ഉണ്ടാവുന്നതല്ലേ. അതെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് 3 4 ദൈവങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും ഓരോരോ ഭാഗത്തേക്കായിട്ട് പറഞ്ഞയക്കാം. ഒരിക്കലും വിഷ്ണുവിനെ വിടാം, ഒരിക്കലും ബ്രഹ്മാവിനെ പറഞ്ഞയക്കാം. എത്ര സൗകര്യമാണ്. ഒരു ദൈവമല്ല ഉള്ളത്, അനവധി ദൈവമുണ്ട്. ദൈവം വെച്ചാൽ ദേവതാഭാവം എന്നാണ് അർത്ഥം. ദേവതാഭാവം. അനവധി ദേവതകൾ നമുക്കുണ്ട്. ദേവതകൾ ഒന്നല്ല, അസംഖ്യമുണ്ട്. പക്ഷേ ഈശ്വരനോ? ഈശ്വരൻ ഒന്നാണ്. ഈ ഒന്നായ ഈശ്വരൻ തന്നെയാണ് എല്ലാ ദേവതകളായും ഈ പ്രപഞ്ചമായും ഒക്കെ മാറി നിൽക്കുന്നത്. അപ്പോഴോ അവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈശ്വരൻ എന്ന് പറയുമ്പോൾ അവിടെ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അവിടെ ബ്രഹ്മമല്ലാതെ മറ്റൊന്നില്ല. ദൈവം എന്ന് പറഞ്ഞാൽ ദേവത. ദേവതകൾ അസംഖ്യമുണ്ട്. പക്ഷെ ഈ ദേവതകൾക്കൂടെയും ദേവതകളല്ലാത്തതിലൂടെയും എല്ലാറ്റിലൂടെയും വ്യാപിച്ചിരിക്കുന്നത് ആരാണ്? ഏകനും അദ്വിതീയനുമായ ബ്രഹ്മമാണ്. ആ നിലയ്ക്ക് ബ്രഹ്മം എന്നുള്ള നിലയ്ക്ക് പറയുന്ന സമയത്ത് ഇവിടെ ഒരു ബ്രഹ്മേ ഉള്ളൂ എന്ന് പറയരുത്. ബ്രഹ്മമല്ലാതെ മറ്റൊന്നില്ല. അങ്ങനെയാണ്. ഏകദൈവ വിശ്വാസമല്ല അവിടെ. മനസ്സിലാക്കണം. അവിടെ ബ്രഹ്മമല്ലാതെ ഈശ്വരനല്ലാതെ മറ്റൊന്നില്ല എന്നുള്ളതാണ്. ഈശ്വരൻ ഉണ്ട് എന്നല്ല, ഈശ്വരനേ ഉള്ളൂ. സകലത്തിലൂടെയും ആ ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നു. ഒരു ശ്ലോകത്തിൽ പറയും, പൂവിൻ പരിമളം പോലെ എന്നാണ്. പൂവിൻ്റെ അകത്ത സുഗന്ധം പോലെ. പൂവിലിപ്പോൾ എവിടെയാ സുഗന്ധം? പൂവിലെല്ലാ ഭാഗത്തും സുഗന്ധം വ്യാപിച്ചിരിക്കുന്നു. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ശർക്കര. ആ ശർക്കരയുടെ എല്ലാ സ്ഥലത്തും മധുരം വ്യാപിച്ചിരിക്കുന്നു. ശർക്കരയുടെ എല്ലാ ഭാഗങ്ങളിലും മധുരം വ്യാപിച്ചിരിക്കുന്നു. ഇതേപോലെ ഭഗവാൻ, ഈശ്വരൻ, പരമാത്മാ ഈ സമസ്ത വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഭഗവാനല്ലാതെ മറ്റൊന്നില്ല. എല്ലാറ്റിലൂടെയും ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ ആരെയും ഗവൺമെന്റിനെ കണ്ടുണ്ടോ? ഗവൺമെന്റിനെ കണ്ടവരൊന്ന് കൈ നോക്കൂ. ആരാ ഗവൺമെന്റിനെ കണ്ടത്? ആരും കണ്ടില്ല. കണ്ടതൊക്കെ ആരെ തന്നെയാണ്? അടിസ്ഥാനമായി ചിന്തിച്ചാൽ നമ്മളിലൂടെയൊക്കെ ഗവൺമെന്റിന്റെ ശക്തി പോകുന്നില്ലേ? അടിസ്ഥാനമായി പറയുകയാണെങ്കിൽ നമ്മളിലൂടെയൊക്കെ ഗവൺമെന്റിന്റെ ശക്തി പോകുന്നു. ഇതുപോലെ ഈശ്വരനല്ലാതെ മറ്റൊന്നില്ല. എല്ലാവരിലൂടെയും ഈശ്വര ശക്തി പ്രവഹിക്കുന്നു. പക്ഷെ കണ്ടതൊക്കെ ഈശ്വരനാണ്. ഈശ്വരനല്ലാതെ മറ്റൊന്നില്ല. സർവം ഖല്യുദം ബ്രഹ്മ ഉപനിഷത്തിലൊരു ഭാഗത്ത് പറയുന്നു. നീ വേദത്തിലേക്ക് കടന്നാലോ, വേദത്തിലും കാണാം പുരുഷ ഏവ ഇദം സർവം. ഇദം സർവം പുരുഷ ഏവ. ഇവിടെ എന്തുണ്ടോ അത് മുഴുവൻ ആരാണ്? പരമാത്മാവാകുന്നു. അപ്പൊ ചോദ്യം, അപ്പൊ ഞാൻ കാണുന്നതൊക്കെ ഈശ്വരനെ തന്നെയല്ലേ? നീ വേറൊന്നും ചെയ്യാനില്ല എന്നുണ്ടോ? അപ്പൊ ഞാൻ ഈശ്വരനെ കണ്ടു, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിർത്തി വെച്ചൂടെ നമുക്ക് പരിപാടിയൊക്കെ? ഇപ്പൊ കാണുന്നതൊക്കെ ഈശ്വരനെ ആണെങ്കിൽ ഇനിയിപ്പോ വേറൊന്നും ചെയ്യാനില്ലല്ലോ, നമുക്ക് പരിപാടിയൊക്കെ നിർത്തി വെക്കാം. ഞാൻ ഇപ്പൊ ഈശ്വരനെ കണ്ടു, നിങ്ങളിപ്പോൾ ഈശ്വരനെ കാണുന്നുണ്ട്, എല്ലാവരെയും കാണുന്നില്ലേ? കാണുന്നവരൊക്കെ ഈശ്വരനാണെങ്കിൽ യാതൊന്നു കാണുമ്പതോ നാരായണ പ്രതിമ. എന്ത് കാണുന്നതും ഈശ്വരന്റെ പ്രതിമയാണെങ്കിൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ലല്ലോ. അവിടെ ഒരു ചോദ്യം വരും. അതിനുള്ള മറുപടിയാണ്, വാസ്തവത്തിൽ ഈശ്വരൻ ആരാണ്? സച്ചിദാനന്ദമാണ് ഈശ്വരൻ. പക്ഷെ നമ്മൾ കാണുന്ന വസ്തുക്കളിൽ നിന്നൊക്കെ സച്ചിദാനന്ദം കിട്ടുന്നുണ്ടോ? സത്ത്, ചിത്ത്, ആനന്ദം, അതാണ് ഈശ്വരൻ. സത്താണ്. സത്തിച്ച സത്യം. നമ്മൾ കണ്ട വസ്തുക്കളൊക്കെ സത്യമാണെന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. ഇന്ന് സത്യമാണെന്ന് പറയാം. കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മളൊന്നും സത്യമല്ല. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരും സത്യമായിരുന്നില്ല. കണ്ട വസ്തുക്കളൊന്നും
പൂർണ്ണമായും സത്യം എന്ന് പറയാൻ കഴിയില്ല. ചിത്ത്, ചൈതന്യം എന്ന് പറയാൻ കുറച്ചു കാലത്തേക്ക് ചൈതന്യമായിരിക്കും. കുറച്ചു കാലം കഴിഞ്ഞാൽ ചൈതന്യം ഉണ്ടാവാതെയാവും. നമ്മളെ കൂടെ ഉണ്ടായവരൊക്കെ കുറച്ചു കാലം ചൈതന്യത്തോട് കൂടിയിട്ടുണ്ടാവും. കുറെ കഴിഞ്ഞാലോ ചൈതന്യം നഷ്ടപ്പെടും. അപ്പൊ ചൈതന്യം എന്ന് പൂർണ്ണമായി പറയാൻ വയ്യ. ഇപ്പം ചൈതന്യമാണെന്ന് പറയാം. ഇനിയിപ്പം ആനന്ദമാണോ ചോദിച്ചാൽ എന്ത്? നമ്മൾ കാണുന്നവർക്കൊക്കെ എന്തേ ആനന്ദം ഉണ്ടോ? നമ്മൾ പലരായിട്ടും കണ്ടുമുട്ടുന്നുണ്ട്. കണ്ടവർക്കൊക്കെ എന്തേ ആനന്ദം ഉണ്ടോ? ഉണ്ട്. ഇടയ്ക്കൊക്കെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ആനന്ദമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആനന്ദമൊക്കെ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ. കുറച്ച് നേരത്തേക്ക് ഒരു ആനന്ദമൊക്കെ ഉണ്ടാവും. നമ്മളെ കൂടെ ഇരിക്കുന്ന, നമ്മളോടൊപ്പം വർത്തിക്കുന്നവർക്കൊക്കെ കുറച്ച് സമയം ഒരാനന്ദം, ഒരു സന്തോഷമൊക്കെ ഉണ്ട്. എല്ലാ കാലത്തും നിറഞ്ഞിരിക്കുന്ന സുഖം നമ്മൾ കാണുന്ന വസ്തുക്കൾക്കുണ്ടോ? ഇനി വേറെ ആലോചിച്ച് നോക്കൂ. നമ്മൾ കണ്ട വസ്തുക്കളിൽ നിന്ന് പൂർണ്ണമായും ആനന്ദം നേടാൻ സാധിക്കുമോ? പലതും കാണുന്നുണ്ട്. കേമായിട്ട് ബാംഗ്ലൂരൊക്കെ പോയി കണ്ടു. അങ്ങനെ ബാംഗ്ലൂരൊക്കെ കണ്ട് തിരിച്ചു വന്നു. നമ്മൾ വേറെ ആളോട് പറയാണ്, ഞാൻ ബാംഗ്ലൂരൊക്കെ പോയി കണ്ടു കേട്ടോ. കേട്ട ആൾ പറഞ്ഞു, എടോ എന്ത് ബാംഗ്ലൂര് വന്നു? ബാംഗ്ലൂരിനേക്കാളൊക്കെ എത്ര വലിയ സ്ഥലമാണ് ബോംബെയിലേക്ക് പോയിക്കോളൂ. ഇപ്പം എന്തായി? ബാംഗ്ലൂർ കണ്ട സുഖമൊക്കെ കഴിഞ്ഞു. ഇപ്പം എന്ത് ദുഃഖമായി? ബോംബെ കാണാത്തതിന് ദുഃഖമായി. ബോംബെ കാണാൻ വേണ്ടി പോയി. ബോംബെ ഒക്കെ കണ്ടു വന്നു. അന്നേരമാണ് മറ്റൊരാൾ പറയാം, എന്ത് ബോംബെ, പാരീസിലേക്ക് പോകുമെന്ന് പറയും. അങ്ങനെ പാരീസിലേക്ക് പോയി. അപ്പം അതിൻ്റെ സുഖമൊക്കെ കഴിഞ്ഞു എന്നർത്ഥം. കുറച്ച് നേരത്തേക്ക് മാത്രമേ നമ്മൾ കാണുന്ന വസ്തുക്കളിൽ നിന്നും കേൾക്കുന്ന വസ്തുക്കളിൽ നിന്നൊക്കെ ഉള്ള സുഖമുള്ളൂ. പരിമിതങ്ങളാണ്. മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ആനന്ദം. എല്ലാ കാലത്തും അവയ്ക്ക് ആനന്ദത്തെ നൽകാൻ കഴിയില്ല. പിന്നെ നമ്മൾ കാണുന്ന, അല്ലെ നമ്മൾ ആശ്രയിക്കുന്ന വസ്തുക്കൾ നശിച്ചാൽ അവയിൽ നിന്നുള്ള ആനന്ദം അവസാനിച്ചു. തനിക്ക് വിരോധമായാലോ, തനിക്ക് വിപരീതമായാലോ അപ്പോഴും ദുഃഖം തന്നെയാണ്. ഇനി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു കൂടുതൽ കിട്ടിയാലോ അതും ദുഃഖം തന്നെയാണ്. പാൽപ്പായസം കുടിക്കാൻ നല്ല സുഖമാണ്, നല്ല ആനന്ദമൊക്കെ ഉണ്ടാവും കുടിച്ചാൽ, നല്ലതൊക്കെയാണ്. ഒരു ഗ്ലാസ് ഒഴിച്ചു, തിരുമേനി ഒരു ഗ്ലാസും കൂടി ഒരു ഗ്ലാസ് കൂടിയും തന്നു, അതും കഴിച്ചു. വീണ്ടും ഒരു ഗ്ലാസും കൂടി ഒഴിച്ചു, അതും കൂടി കഷ്ടപ്പെട്ട് കുടിച്ചു. 4-മതും 5-മതും കൂടി ഈ പായസം തന്നാലോ പിന്നെ കഴിക്കാൻ കഴിയുമോ? ഇഷ്ടമൊക്കെ തന്നെയാ പാൽപ്പായസം. പക്ഷെ കുറച്ച് അധികം ആയാൽ അതുണ്ടാവും, സുഖം ഉണ്ടാക്കുന്ന വസ്തു തന്നെ എന്തായി മാറി? ദുഃഖമായി മാറി. അല്ലേ? സുഖം നൽകുന്ന വസ്തുക്കൾ തന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ദുഃഖമായിട്ട് മാറും. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന വസ്തുക്കളൊക്കെ ഈശ്വരനാണ് എന്ന് പറഞ്ഞാൽ പറയാൻ കഴിയോ? ഈശ്വരൻ സച്ചിദാനന്ദമാണെന്ന് പറയുന്നു. നമ്മൾ കാണുന്ന വസ്തുക്കളൊക്കെ സച്ചിദാനന്ദാത്മകമാണോ? അല്ല. അപ്പം എന്താ? നമ്മൾ കാണുന്നതൊക്കെ എന്തിനെയാണ്? മായാഗുണവ്യതികരാത്, മായാഗുണങ്ങളോട് ചേർന്നിരിക്കുന്ന ഭഗവാനെയാണ്. മായയോട് ചേർന്നിരിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. അതിൽ നിന്ന് വേറിട്ടിരിക്കുന്ന, മായയോട് ചേർന്നിരിക്കുന്ന ഈശ്വരനെ എന്ത് ചെയ്യണം? മായയിൽ നിന്ന് വേർതിരിച്ച് വേറെ ശുദ്ധ ബുദ്ധ മുക്തസ്വരൂപമായ കേവലമായ ആ സത്തയെ നമുക്ക് കാണാൻ കഴിയണം. വേർതിരിച്ച് മനസ്സിലാക്കണം. അങ്ങനെ കാണുമ്പോഴാണ്, അങ്ങനെ അറിയുമ്പോഴാണ് ശരിയായ ഈശ്വര ദർശനം ആവുന്നത്. ശരിക്കും ചിന്തിച്ചാൽ ഇവിടെ ഈശ്വരനേ ഉള്ളൂ. പക്ഷെ ഈ ഈശ്വരൻ എങ്ങനെയുള്ളതാണ്? നാമരൂപാത്മകമായ, മായയാൽ നാമരൂപാത്മകമായി കാണപ്പെടുന്ന ഈശ്വരനെയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഈ നാമരൂപങ്ങൾക്ക് ആസ്പദമായിരിക്കുന്ന, ആധാരമായിരിക്കുന്ന ഈ നാമരൂപങ്ങളൊക്കെ ഏതൊന്നിൽ നിന്നാണോ ഉത്ഭവിച്ചത്, ഇതിന് കാരണമായിരിക്കുന്ന ആ തത്വത്തെ, കേവലമായ ആ ചൈതന്യത്തിലേക്ക് മനസ്സിനെ തിരിച്ചുവിട്ട് ആ കേവലമായ സത്യത്തോട് ചേരുമ്പോഴാണ് ശരിയായ ആ ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയുന്നത്. ഏതുപോലെ സ്വർണം തന്നെയാണ് മാലയായും കമ്മലായും മോതിരമായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇതുപോലെ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ ആരാണ്? ഒരേ ഭഗവാൻ തന്നെ നിരവധി നാമരൂപങ്ങളായി മാറി നിൽക്കുന്നതാണ്. ഈ നാമരൂപങ്ങളോട് ഒട്ടലുണ്ടായാൽ പൂർണ്ണമായും ആ സത്യത്തെ തിരിച്ചറിയാൻ കഴിയില്ല. നാമരൂപങ്ങളിൽ തന്നെ ഭ്രമിച്ചു പോകും. പണ്ട് ഒരാളൊരു സാരി വാങ്ങാൻ വേണ്ടി കയറി. സാരി വാങ്ങാൻ കയറി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സാരി നോക്കുക തന്നെയാണ്. 2 സ്ത്രീകളാണ് കയറിയത്. സാരി കൊണ്ടൊക്കെ വെച്ച് കൊടുത്തു, വേറൊരു സാരി എടുത്തു വെച്ച് കൊടുത്തു. ഇതൊന്നും വേണ്ട. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താ നോക്കുന്നത്? സാരി എന്നെ നോക്കുക തന്നെയാണ്.
സാരി വാങ്ങാണ്ട പോരുകയും ചെയ്തു. എന്താ കാരണം? നാമരൂപങ്ങളിൽ കുടുങ്ങിപ്പോയതാണ്. ഒരേ സാരി തന്നെയല്ലേ, എല്ലാം ഒരേ തുണി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല, നൂലുകൊണ്ടുണ്ടാക്കിയത് തന്നെയാണ്. പക്ഷേ വില കുറയുകയും വേണം, സാധനം നന്നാവുകയും വേണം. രണ്ടും കൂടി നടക്കുക? നടക്കില്ല. അന്നേ വില കൊടുക്കേണ്ടി വരും, അത് കൊടുക്കാൻ വയ്യ, നല്ല സാരി ആവുകയും വേണം. അപ്പം ഇത് രണ്ടും കൂടി ആകുമ്പം എത്രയായാലും നേരെയാവില്ല, സെലക്ഷൻ നേരെയാവില്ല. എന്താ അങ്ങനെ കുടുങ്ങിപ്പോവാൻ കാരണം? നാമരൂപങ്ങളാണ് കുടുക്കുന്നത് കാരണമായത്. ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്താണ്? ഒരേ നൂല് തന്നെയാണ്. അങ്ങനെ കാണുന്നതിന് പകരം, നൂലിൽ സാരിയെ കാണുന്നതിന് പകരം സാരിയെ ഇങ്ങനെ വേറെ വേറെ കാണുന്നു. ഇതുപോലെ നമ്മളിപ്പം കാണുന്നതൊക്കെ എങ്ങനെയാണ്? ഓരോരുത്തരുടെ ജാതി, അല്ലെ ഓരോരുത്തരുടെ മതം, അല്ലെ ഓരോരുത്തരുടെ രൂപം, മനുഷ്യൻ എന്നുള്ള ആ വർഗം അങ്ങനെ കാണുന്നു. ചിലർ മനുഷ്യനെ ഒന്നിപ്പിക്കണം എന്ന് പറയുന്നു. മനുഷ്യനെ മാത്രം ഒന്നിപ്പിച്ചാൽ മതിയോ? മനുഷ്യൻ മാത്രം മതിയോ ലോകത്തിൽ? അപ്പോൾ മറ്റുള്ള ജീവജാലങ്ങളൊക്കെയോ? അതൊന്നും വേണ്ടേ? അങ്ങനെ പറയാൻ വയ്ക്കുമോ? എല്ലാ ഒന്ന് തന്നെയാന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യൻ മാത്രം മതിയോ ലോകത്തിൽ? പോരല്ലോ. അങ്ങനെ ചിലർ ഓരോ മനുഷ്യനായിട്ട് കാണുന്നു, മനുഷ്യൻ പ്രധാനാണെന്ന് പറയുന്നു. ചിലർ മനുഷ്യരിൽ തന്നെ ചില വിഭാഗത്തിൽപ്പെട്ടവർ കേവനാണെന്ന് പറയുന്നു. ഇങ്ങനെ പലതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ പലതായിട്ട് കാണുന്നതിനൊക്കെ അടിസ്ഥാനം എന്താണ്? ഏകവും അദ്വിതീയവുമായ ആ സത്യമാണ്. ആ സത്യമായി ഈ പലതിനെ കാണുന്നുണ്ടോ? ഇല്ല. പലതിനെ പലതായിട്ട് കാണുന്നേ ഉള്ളൂ. അതിനടിസ്ഥാനമായ നാമരൂപാത്മകമായി കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിന് അവലംബമായി നിൽക്കുന്ന കേവല സത്തയിലേക്ക് നമ്മൾ വഴി തിരിച്ചു വിടണം നമ്മുടെ മനസ്സിനെ. അതിൽ മനസ്സിനെ ഉറപ്പിച്ചു കഴിഞ്ഞാലോ, കേവലമായ ആ സത്തയിൽ മനസ്സിനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടത് മുഴുവൻ ആ സത്ത തന്നെയാണ് എന്ന് ബോധ്യപ്പെടും. ഏതുപോലെ ഇപ്പം പല ആഭരണങ്ങൾ, കമ്മലുണ്ട്, മോതിരണ്ട്, വളണ്ട്, മാലുണ്ട്. അടിസ്ഥാനമായി നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളിപ്പം കമ്മൽ കണ്ടാൽ ഏത് കമ്മലാണ്, നല്ല കമ്മലാണോ ചീത്ത കമ്മലാണോ ഇത് നോക്കിയിരിക്കുക ചെയ്യുക. മാല കൈ കെട്ടിയാൽ മാലയും കണ്ടിങ്ങനെ ഇരിക്കുകയുള്ളൂ. അത് വൈകുന്നേരം വരെ മാലയെ തന്നെ ഒതുങ്ങി നിൽക്കും. ഇതിനൊക്കെ അടിസ്ഥാനമായത് എന്താണ്? ഒരേ സ്വർണമാണ്. ആ സ്വർണത്തിലേക്ക് നമ്മൾ ഉറച്ചു കഴിഞ്ഞാലോ പിന്നെ മാലയും വളയൊന്നും കണ്ടാൽ ഒരു പരിഭ്രമം ഉണ്ടാവില്ല. ഇതൊക്കെ സ്വർണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിഭ്രമങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്കങ്ങനെ കാണാൻ കഴിയുന്നില്ല. അടിസ്ഥാനമായ സച്ചിദാനന്ദ സ്വരൂപമായ പരമാത്മാവായി ഈ പ്രപഞ്ചത്തൊക്കെ നമ്മൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. കാണുന്നത് എങ്ങനെയാണ്? ഓരോരോ വിഭാഗങ്ങളായി, അതിൽ തന്നെ മനുഷ്യനായി, അല്ലെ മൃഗമായി, ഇങ്ങനെ കാണുന്നേ ഉള്ളൂ. ഒരേ ഈശ്വരൻ തന്നെയാണ് മനുഷ്യനായിട്ടിരിക്കുന്നതും, അതേ ഈശ്വരൻ തന്നെയാണ് മൃഗങ്ങളായിരിക്കുന്നതും, അതേ ഈശ്വരൻ തന്നെയാണ് പർവ്വതമായിരിക്കുന്നതും, അതേ ഈശ്വരൻ തന്നെയാണ് സൂര്യനായിരിക്കുന്നതും, അതേ ഈശ്വരൻ തന്നെയാണ് ചന്ദ്രനായി ഇരിക്കുന്നതും, അതേ ഭഗവാൻ തന്നെയാണ് ചൊവ്വയായിരിക്കുന്നതും, അതേ ഭഗവാൻ തന്നെയാണ് വ്യാഴമായിരിക്കുന്നതും, അതേ ഭഗവാൻ തന്നെയാണ് ഈ ഞാനായിട്ടിരിക്കുന്നതും. ഒരേ സ്വർണം തന്നെ പല ആഭരണങ്ങളായി വർത്തിക്കും പോലെ ഒരേ തത്വം തന്നെയാണ് ഇവിടെ പലതുകൾക്കും പിന്നിലുള്ളത്. ഇങ്ങനെ മനസ്സിലാക്കി കാണുന്നുണ്ടോ നമ്മൾ? അങ്ങനെ കണ്ടാൽ നമുക്ക് മായയിൽ നിന്ന് അതീതമായ കേവലമായ ആ ഉണ്മയിൽ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയും. നമ്മൾ അത്തരത്തിലല്ല കാണുന്നത്, വേറെ വേറെയാ കാണുന്നത്. വാസ്തവത്തിൽ ഈ ആഭരണങ്ങളൊക്കെ ഉണ്ടോ? ആഭരണങ്ങളൊക്കെ മിഥ്യയാണ്. എന്തേ സത്യമായിട്ടുള്ളൂ? ഇതിലൊക്കെ സത്യമായത് സ്വർണമാണ്. വീട്ടില് അൾമാറയിൽ കുറേ ആഭരണങ്ങൾ എടുത്തു വെച്ചു. രാത്രി കള്ളൻ കയറി വന്നു. കള്ളൻ അവിടെ എന്തേ കാണുള്ളൂ? കള്ളൻ അവിടെ മാലയും കാണില്ല, കമ്മലും കാണില്ല, മോതിരവും കാണില്ല, ഒന്നും കാണില്ല. അവൻ എന്തേ കാണൂ? സ്വർണം മാത്രമേ കാണൂ. സ്വർണത്തിൽ ഈ മാല, വള, കമ്മൽ തുടങ്ങിയതൊക്കെ ആരോപിക്കപ്പെട്ടതാണ്. ഇതുപോലെ ഏകനായ ചൈതന്യം തന്നെയാണ് ഇവിടെ കാണുന്ന പല രൂപങ്ങളിലും പല നാമങ്ങളിലും വ്യാപിച്ചിരിക്കുന്നത്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം. അവനെന്നും ഇവനെന്നും അതെന്നും ഇതെന്നും നമ്മൾ നിർദ്ദേശിക്കുന്നതൊക്കെ അടിസ്ഥാനമായി ചിന്തിച്ചാൽ എന്താ? അവനിൽ ആദിമമായൊരാത്മരൂപം, ആദിമമായ ആത്മരൂപം തന്നെയാണ്. ആ നിലയ്ക്ക് കാണാൻ കഴിഞ്ഞാൽ, അപ്പോഴോ അങ്ങനെ കാണാൻ സാധിച്ചാൽ എന്ത് മനസ്സിലായി? ഇവിടെ പലതുകളില്ല, ഒന്നേ ഉള്ളൂ, ഒന്ന് തന്നെയാണ് പലതായി തീർന്നത്.
സ ബഹുസ്യാം പ്രജായത, ഒന്ന് തന്നെ പലതായതാണ്. ഉപനിഷത്തിൽ കാണാം. ഒന്ന് പലതായതാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പലതുകൾക്കും പിന്നിലുള്ളത് ഒന്നാണ് എന്ന് അർത്ഥം കിട്ടും. അപ്പൊ അവിടെ പലതില്ല, വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ. ആ ഏകതയിലേക്ക്, ഏകത്വത്തിലേക്ക് മനസ്സിനെ ഉറപ്പിച്ചാൽ നമുക്ക് ആനന്ദത്തെ, ശരിയായ ആ ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയും. ഇവിടെ നമുക്ക് ആനന്ദം ഉണ്ടാവുന്നില്ല. നമ്മളെങ്ങനെയാ കാണുന്നത്? മുന്നിലുള്ളവരൊക്കെ എൻ്റെ ആൾക്കാരായി, അല്ലെ അന്യൻ്റെ ആൾക്കാരായി, അല്ലെ വേറെ ആളുകളായി, അല്ലെ എൻ്റെ വിഭാഗത്തിൽപ്പെട്ടവരായി, ഇങ്ങനെ പലതരത്തിലാണ് നമ്മൾ കാണുന്നത് ഓരോരുത്തരെയും. എന്നാൽ ഈ കണ്ടതൊക്കെ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്നുള്ള തരത്തിൽ കണ്ടാലോ? അങ്ങനെ കണ്ടാൽ പിന്നെ ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാവില്ല. അപ്പൊ മായയാൽ കാണുന്ന ഈ പലതുകളാക്കി കാണിച്ചത് ആരാണ്? മായയാണ്. ആ മായയെ വേർതിരിച്ച്, മായയെ നീക്കി കേവലമായ ആ സത്യത്തിലേക്ക് മനസ്സിനെ ഉറപ്പിക്കണം. അപ്പൊ എന്ത് ബോധ്യപ്പെടും? ആ സത്യം തന്നെയാണ്, സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ് ഈ വിശ്വം മുഴുവൻ ബോധ്യപ്പെടും. അവിടെ വിശ്വമില്ല എന്ന് മനസ്സിലാവും. എന്തേ ഉള്ളൂ? ഈ സച്ചിദാനന്ദം തന്നെയേ ഉള്ളൂ. മാലയും വളയും കമ്മലൊന്നുമില്ല. എന്തേ ഉള്ളൂ? സ്വർണം മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടും. ഇങ്ങനെ കാണണം എന്നർത്ഥം. വാസ്തവത്തിൽ മായാഗുണം വ്യതികരാത് ഉരുഹു വിഭാസി, മായാഗുണങ്ങളെ സ്വീകരിച്ച് ഉരുഹു അനേകനായി വിഭാസി, ശോഭിക്കുന്നത് പോലെ തോന്നുന്നു. അത്രയേ ഉള്ളൂ. ശോഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല, ശോഭിക്കും പോലെ തോന്നുന്നു. അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ പലതായിട്ടില്ല, പലതായി കാണപ്പെടുന്നത് പോലെ തോന്നുന്നു. ഒരു സൂര്യൻ തന്നെ അനവധി ജലാശയങ്ങളിൽ പ്രതിബിംബിക്കുന്നു. എന്നാ അനവധി സൂര്യൻ ഉണ്ടോ? അനവധി സൂര്യനില്ല, ഒരു സൂര്യൻ തന്നെ. ഇതുപോലെ ഏകനും അദ്വിതീയനുമായ ആ ആത്മതത്വം ഇവിടെ ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നു. പലതുണ്ട് എന്ന് തോന്നുന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിന് കാരണം ഏകനാണ്. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് എന്താ വേണ്ടത്? ഇവിടെ കണ്ടതൊക്കെ ഈശ്വരനാണെങ്കിലും നമ്മൾ ഈശ്വരനെ കാണുന്നില്ല. ആ സ്ഥാനത്ത് വേറെ പലതുകൾ കാണുന്നത്. അതിനു പകരം ഈ കണ്ടതിനെ തന്നെ വിചാരം ചെയ്താൽ, കാണുന്നതിനെ തന്നെ നന്നായി വിചാരം ചെയ്താൽ, ഈ കാണുന്നതിലൊക്കെ തന്നെ സത്യം ഉണ്ട്, ഈശ്വരനുണ്ട് എന്ന് ബോധ്യപ്പെടും. സച്ചിദാനന്ദം തന്നെയാണ് ഈ കണ്ടത് എന്ന് മനസ്സിലാവും. ഇപ്പം നാമരൂപങ്ങളെ കണ്ട് അതിൽ ഭ്രമിച്ചിരിക്കുകയാണ്. സ്വർണം വാങ്ങാൻ പോയി ആഭരണങ്ങൾ കണ്ട് ഭ്രമിച്ചിരിക്കും പോലെ, സ്വർണം വാങ്ങാണ്ട പോരും പോലെ, എന്താ വാങ്ങേണ്ടത് നാളെ നോക്കി പറയാം, നാളെ ഒന്നുകൂടി കൂടി വരാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസവും സ്വർണം വാങ്ങാൻ പോവും, ആഭരണം വാങ്ങാൻ പോവും. ആഭരണങ്ങൾ കണ്ട് അതിൽ ഭ്രമിച്ചിരിക്കും പോലെ നമ്മൾ ഇവിടെ കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചത്തിൽ ഭ്രമിച്ചിരിക്കുകയാണ്. ആ ഭ്രമം നീങ്ങി ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഒന്നാണ് എന്ന് മനസ്സിലാവണം. അപ്പൊ പിന്നെ ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല. അതല്ലേ കുഞ്ഞുണ്ണിമാഷ് പറയുന്നുണ്ട്, രാമനും രാമന്റെ മോനും കൂടി ചാമ വാങ്ങിയിടുവാൻ ചന്തയിൽ ചെന്നു. ചാമ വാങ്ങണമോ, ചന്ദനം വാങ്ങണോ, സിന്ദൂരം വാങ്ങണോ, പൊന്നു വാങ്ങണമോ, ഒന്നും വാങ്ങാതെ അവർ തിരിച്ചു പോന്നു എന്നാണ്. ഒന്നും വാങ്ങാണ്ട് അങ്ങോട്ട് പോരുകയും ചെയ്തു. രാമനും രാമന്റെ മോനും കൂടി ചാമ വാങ്ങാൻ വേണ്ടി പോയതാ. കടയിലെത്തിയപ്പോഴത്തേക്ക് അവിടുത്തെ തിരക്ക് കണ്ടപ്പോഴത്തേക്കും ചാമയാണോ വാങ്ങേണ്ടത്, ചന്ദനാണോ വാങ്ങേണ്ടത്, സിന്ദൂരാണോ, എന്താ വാങ്ങേണ്ടതെന്ന് പോലും അറിയാതെ. ചില ആൾക്കാരെങ്ങനെയാ, അപ്പം മാല വാങ്ങാൻ പോയാൽ അവിടെ എത്തിയാൽ മാല വാങ്ങണോ, നെക്ലേസ് വാങ്ങണോ, മോതിരം വാങ്ങണോ, കമ്മൽ വാങ്ങണോ, ഇതിങ്ങനെ നോക്കി ഇരുന്ന് നാളെ രാവിലെ ആയാലും കഴിയില്ല. കണ്ടതൊക്കെ എന്താണ്? സ്വർണം തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ നാമരൂപങ്ങളിലാണ് നമ്മൾ ഭ്രമിച്ചു പോണത്. ഈ നാമരൂപങ്ങൾക്ക് ആസ്പദമായിരിക്കുന്ന കേവലമായ സത്തയിലേക്ക് നമ്മൾ തിരിയണം. അങ്ങനെ തിരിയുമ്പോഴാണ് അവിടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുക. ആ ഏകതയിലേക്ക്, ഇവിടെ പലതില്ല, ഒരേ ഒരു സത്യം മാത്രം. ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലിയതുപോലെ അഭേദമായി വരയണം എന്ന് പറയും. ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലിയതുപോലെ. വാസ്തവത്തിൽ തിര, നൊര, പത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനമായി ഇതൊക്കെ എന്താണ്? സ്വർണം തന്നെയല്ലേ? അല്ല, സമുദ്രം തന്നെയല്ലേ? ഒരേ സമുദ്രത്തിലാണ് ഈ തിരയും നൊരയൊക്കെ പൊങ്ങി വരുന്നത്. തിര നമ്മൾ പറയുന്നു എന്ന് മാത്രം. എന്നാ വാസ്തവത്തിൽ തിര ഉണ്ടോ? എന്താ ഉള്ളത്? സമുദ്രം തന്നെ. സമുദ്രത്തിന്റെ മുകളിൽ കാറ്റ് ഇങ്ങനെ അടിച്ച സമയത്തുണ്ടായ ഒരു ഭാവം, ഒരു വ്യത്യസ്തമായ ഒരവസ്ഥ, അതാണ് ഈ തിര എന്ന് പറഞ്ഞാൽ. അടിസ്ഥാനമായി ചിന്തിച്ചാൽ സമുദ്രം തന്നെ. സമുദ്രത്തിൽ തിര എന്നതുപോലെ
ഈ പ്രപഞ്ചം ചാല എന്തിലിരിക്കുന്നു? പരബ്രഹ്മത്തിലിരിക്കുന്നു. അപ്പൊ വാസ്തവത്തിൽ സമുദ്രത്തിൽ നിന്ന് ഭിന്നമായി തിര ഇല്ലാത്തതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായി ഒരു പ്രപഞ്ചമില്ല. ബ്രഹ്മം തന്നെയാണ് ഇവിടെ കാണപ്പെടുന്നത്. നാമരൂപാത്മകമായ ബ്രഹ്മമാണ് വാസ്തവത്തിൽ എന്ത്? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ. ഈ നാമരൂപങ്ങളെ എന്ത് ചെയ്യുക? നിഷേധിക്കുക. അതിനൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവസാനം നാമരൂപങ്ങൾക്ക് കാരണമായി നിൽക്കുന്ന കേവലമായ ആ ബ്രഹ്മത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അവിടെ മനസ്സുറച്ചു കഴിഞ്ഞാലോ സച്ചിദാനന്ദത്തെ അനുഭവിക്കാൻ കഴിയും. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഭഗവാനെ, ഏകനായ അവിടുന്ന് തന്നെ രൂപം യഥേതവബോധരസോദയേന ശശ്വന്നിവൃത്തതമസ സദനുഗ്രഹായ ആദൗ ഗൃഹീതം അവതാരശതൈക ബീജം എന്നാഭിപത്മഭവനാത് അഹം ആവിരാസം. ആദ്യം പദച്ഛേദം ചെയ്യാം. രൂപം യത് ഏതത് അവബോധരസോദയേന ശശ്വത് നിവൃത്ത തമസ സദനുഗ്രഹായ ആദൗ ഗൃഹീതം അവതാരശതൈക ബീജം യത് നാഭിപത്മഭവനാത് അഹം ആവിഹി ആസം. ആവിരാസം അവബോധരസോദയേന. ആവിരാസം എന്നുള്ള ഒറ്റപ്പദാണ്. അവബോധരസോദയേന. എന്താ അവബോധരസോദയേന എന്ന് പറഞ്ഞ അർത്ഥം? ജ്ഞാനത്തിൻ്റെ അപ്രത്യക്ഷത. ജ്ഞാനസ്വരൂപിയാണ് ഭഗവാൻ. അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയവനാണ്. ശശ്വത് നിവൃത്ത തമസഹ. ജ്ഞാനുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? അജ്ഞാനം ഉണ്ടാവില്ല. ശങ്കരാചാര്യസ്വാമികൾ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനവും അജ്ഞാനവും എങ്ങനെയാണ്? ഇരുട്ടും വെളിച്ചവും പോലെയാകുന്നു എന്നാണ്. തമപ്രകാശയോഹോ ഇവ. തമസ്സുണ്ടെങ്കിൽ, ഇരുട്ടുണ്ടെങ്കിൽ അവിടെ എന്തില്ല? പ്രകാശം ഉണ്ടാവില്ല, വെളിച്ചം ഉണ്ടാവില്ല. വെളിച്ചമുള്ളയിടത്തോ ഇരുട്ടും ഉണ്ടാവില്ല. അപ്പൊ ഭഗവാൻ ജ്ഞാനസ്വരൂപിയാണ് എന്ന് പറഞ്ഞു. അറിവാകുന്ന രൂപത്തോടു കൂടിയവനാണ്. അവബോധം എന്താ? പൂർണ്ണമായ ജ്ഞാനം, അറിവ്. അപ്പൊ നമ്മളിലൊക്കെ ഉള്ള അറിവ് ആരാണ്? ഈ പരിപൂർണമായ ഈശ്വരന്റെ അറിവിലാണ് നമ്മളൊക്കെ അറിയുന്നത്. നമ്മളിലുള്ള ബോധം ശരിക്കും ആരാ? ഭഗവാൻ തന്നെയാണ് നമ്മളിലുള്ള ബോധം. നമുക്കല്ലേ ബോധമുള്ളൂ? വേറെ ആർക്കെങ്കിലും ബോധം ഉണ്ടോ? ഈ പീഠത്തിന് എന്തെങ്കിലും ബോധം ഉണ്ടോ? ഭൗതികവാദികൾ പറയുന്നത് ഈ പീഠവും ദ്രവ്യമാണ്, നമ്മൾ ഓരോരുത്തരും ദ്രവ്യമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ദ്രവ്യം മാത്രമേ ഉള്ളൂ വെച്ചാൽ ഒരാളെന്തെങ്കിലും കുറ്റം ചെയ്തു വിചാരിക്കുക, അല്ലെ ഒരാളെ നമ്മൾ എന്തെങ്കിലും ആക്രമിക്കുക, അല്ലെ നമ്മളെ ആരെങ്കിലും ആക്രമിക്കുക ചെയ്താൽ അവനെ ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഒക്കെ ദ്രവ്യാണെങ്കിൽ ഇതും ദ്രവ്യാണ്, ഈ പീഠവും ദ്രവ്യാണ്. ഈ പീഠത്തിനെ അടിക്കുക, അതുപോലെ തന്നെയല്ലേ എള്ളുഞ്ഞി അടിച്ചാലും? അല്ലല്ലോ. അങ്ങനെയാണോ വാസ്തവത്തിൽ? എന്നെ ഇങ്ങനെ നുള്ളിയാക്കി വേദനയാവോ? ഇതിനെ നുള്ളിയ വേദനയാവോ ഇതിന്, ഈ പീഠത്തിന്? അപ്പൊ ദ്രവ്യമാണെങ്കിൽ ഈ ദ്രവ്യം പോലെയല്ല ഈ ദ്രവ്യം, കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ അച്ഛനെ നോക്കുന്നതിന് അമ്മേനെ നോക്കുന്നതിനൊക്കെ എന്താ അർത്ഥമുള്ളത്? അച്ഛനാകുന്ന ദ്രവ്യം, അമ്മയാകുന്ന ദ്രവ്യം, ഞാനാകുന്ന ദ്രവ്യം, ഈ കല്ലാകുന്ന ദ്രവ്യം. കല്ലിനെ എറിഞ്ഞ് പൊട്ടിക്കും പോലെ അച്ഛനെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എറിഞ്ഞ് ഉടക്കി എന്ത് വേണം ചെയ്തുകൂടെ? അപ്പൊ പിന്നെ മാനുഷിക മൂല്യങ്ങൾക്കൊന്നൊരു പ്രസക്തി ഇല്ലാന്ന് വരും. അങ്ങനെയല്ല, കേവലം കല്ലിലുള്ളത് പോലെയുള്ള ഒരു അവസ്ഥയല്ല നമുക്കുള്ളത്. മനുഷ്യൻ കേവലം ഒരു ദ്രവ്യമല്ല, ദ്രവ്യാതീതമായ ഒരു ബോധം നമ്മളിലുണ്ട്. ഉറപ്പല്ലേ? അതില്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരാളെ കൊന്നു വിചാരിക്കുക? അയാളെ ശിക്ഷിക്കേണ്ട ആവശ്യം എന്താ? ഇപ്പൊ ഏതോ ഒരാൾക്ക് ഇപ്പൊ അടുത്ത കാലത്ത് വധശിക്ഷ വിധിച്ചു, അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ദ്രവ്യം വേറെ ദ്രവ്യത്തിന് എന്ത് ചെയ്തു? കൊന്നു, അത്രയല്ലേ ഉള്ളൂ. ദ്രവ്യല്ലേ നശിച്ചുള്ളൂ. ഒരു കല്ല് എടുത്ത് താഴേക്ക് ഇട്ടാ കല്ല് പൊട്ടിപ്പോവും. അതുപോലെ ഒരു ദ്രവ്യം എന്ത് ചെയ്തു? വേറെ ദ്രവ്യത്തിനെ നശിപ്പിച്ചു. കല്ല് താഴത്തേക്ക് ഇട്ടാ ഉടഞ്ഞു പോണത് പോലെ ഒരു സ്ത്രീയെ എന്ത് ചെയ്തു? കൊന്നു. അതിപ്പോ കല്ലുടഞ്ഞു പോണത് പോലെയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെയാണോ? അങ്ങനെയല്ല. അവിടെ വ്യത്യാസമുണ്ട്. കേവലം ദ്രവ്യമാണെന്ന് പറയാൻ വയ്യ, ദ്രവ്യത്തിനെയും അതിക്രമിച്ചിരിക്കുന്ന ഒരു ബോധം മനുഷ്യരിലുണ്ട്, ഉറപ്പാണ്. അപ്പം ഈ ബോധമായിരിക്കുന്നത് വാസ്തവത്തിൽ ആരാ? ഭഗവാനാണ്. ആ ബോധത്തിനെ തന്നെയാണ് അറിവ് എന്ന് പറഞ്ഞത്. ഈശ്വരനിലുള്ള അറിവാണ്, കാരണമായ പരമാത്മാവിലുള്ള ബോധമാണ്, അറിവാണ് കാര്യങ്ങളായ നമ്മൾ ഓരോരുത്തരുമുള്ള ബോധം. അവബോധം അറിവാകുന്ന രൂപത്തോടുകൂടി
ആ ബോധം ഉണ്ടായിട്ടാണ് നമുക്കെല്ലാം അറിയാൻ സാധിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ള അറിവിനൊക്കെ കാരണം പഞ്ചേന്ദ്രിയങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും തൊട്ടിട്ടും രുചിച്ചിട്ടും സ്പർശിച്ചിട്ടും ഒക്കെ അറിയുന്ന അറിവുണ്ടല്ലോ. ഈ അറിവ് തനിക്ക് അനുഭവപ്പെടാൻ കാരണം തന്നിൽ ബോധമായി പരമാത്മാവ് ഇരിക്കുന്നത് കൊണ്ടാണ്. ആ ബോധത്തിലൂടെയാണ് നാം കണ്ടറിയുന്നതും, ആ പരമമായ ബോധത്തിലൂടെയാണ് നാം കേട്ടറിയുന്നതും, ആ ബോധത്തിലൂടെയാണ് സ്പർശിച്ചിട്ടറിയുന്നതും, ആ പരമാത്മാവിലൂടെയാണ് ഘ്രാണിച്ചറിയുന്നതും. എല്ലാ പഞ്ചേന്ദ്രിയങ്ങളുടെ അറിവിനും കാരണം നമ്മളിലുള്ള ബോധമാണ്. ഈ നമ്മളിലുള്ള ബോധം വാസ്തവത്തിൽ എവിടെയുള്ള ബോധമാണ്? പ്രപഞ്ചത്തിന്റെ കാരണമായ ബോധത്തിലുള്ളതാണ് നമ്മളിലുള്ള ബോധം. ആ ബോധം തന്നെയാണ് ഇവിടെ ഞാനായും നിങ്ങളായും എന്നിലും നിങ്ങളിലൊക്കെ ഉള്ള ബോധമായി ഇരിക്കുന്നത്. അവബോധരസോദയേന, വാസ്തവത്തിൽ അറിവാകുന്ന ബോധത്തോടു കൂടിയിട്ടിരിക്കുന്ന തത്വമാണ് ഈശ്വരൻ. പരമമായ ബോധമാണത്. അതുകൊണ്ട് തന്നെ ശശ്വൽ നിവൃത്തതമസഹ, എപ്പോഴും ഒരു തരത്തിലുള്ള ഇരുട്ടും അജ്ഞാനവും അതിൽ ബാധകമല്ല. തേ ഏതത് രൂപം, അതാണ് ഭഗവാന്റെ സ്വരൂപം. ഒരു തരത്തിലുള്ള അജ്ഞാനവും ഭഗവാനെ ബാധിക്കുന്നില്ല. പൂർണ്ണബോധമാണ്. സാന്ദ്രാനന്ദ അവബോധാത്മകം, സാന്ദ്രമായ ആനന്ദമാണത്. പറഞ്ഞില്ലേ, ഗുരുവായൂരപ്പൻ ആനന്ദക്കട്ടയാണ് എന്ന് പറയാറില്ലേ? ആനന്ദക്കട്ടയാണ്. ആനന്ദ തിരുമേനി പറയാറുണ്ട്, ആനന്ദ സ്വരൂപമാണ്, ആനന്ദക്കട്ടയാണ്, ആനന്ദമാണ് ഭഗവാൻ. ആനന്ദമല്ലാതെ മറ്റൊന്നുമല്ല ഈശ്വരൻ. ഒരിക്കലും അവസാനിക്കാത്ത സുഖത്തിനും ദുഃഖത്തിനും അതീതമായി നിൽക്കുന്ന ആ അവസ്ഥയ്ക്കാണ് ആനന്ദം എന്ന് പറയുന്നത്. ആ ആനന്ദം ഇരിക്കുന്നതിനാൽ ഒരു തരത്തിലുള്ള അജ്ഞാനവും ഭഗവാനെ ബാധിക്കുന്നില്ല. സദനുഗ്രഹായ, സത്തുക്കളുടെ സജ്ജനങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ആദൗ ആദിയിൽ ഗൃഹീതം സ്വീകരിക്കപ്പെട്ടതും അവതാരശതൈക ബീജം അനേക അവതാരങ്ങൾക്ക് മൂലകാരണവും. വാസ്തവത്തിൽ ഈ പരമാത്മാവിൽ നിന്നാണ് സജ്ജനങ്ങളെ രക്ഷിക്കാനായി ഭഗവാൻ നിരവധി അവതാരങ്ങളെ സ്വീകരിച്ചത്. അനവധി അവതാരങ്ങൾ ഭഗവാൻ സ്വീകരിച്ചു. ആരാ ഈ അവതാരങ്ങളൊക്കെ എടുത്തത്? ഈ സച്ചിദാനന്ദ സ്വരൂപമായ പരമാത്മാവാണ് ഈ അവതാരങ്ങളൊക്കെ എടുത്തത്. എന്തിനു വേണ്ടിയിട്ടാണ് അവതരിച്ചത്? സദനുഗ്രഹായ, സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി. അതല്ലേ പറഞ്ഞത്? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാ ആത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം. സജ്ജനങ്ങളെ പരിത്രാണനം ചെയ്യുന്നതിന് വേണ്ടി. വിനാശായ ച ദുഷ്കൃതാം, ദുഷ്ടന്മാരെ വിനാശം ചെയ്യുന്നതിന് വേണ്ടി. ധർമ്മ സംസ്ഥാപനാർത്ഥായ, ആദ്യമേ ഉള്ള ധർമ്മത്തെ വേണ്ടതുപോലെ സംസ്ഥാപനം ചെയ്യുന്നതിന് വേണ്ടി, ശരിക്കും സംസ്ഥാപനം ചെയ്യാൻ വേണ്ടതുപോലെ നിലനിർത്തുന്നതിന് വേണ്ടി ഏകനും അദ്വിതീയനുമായ ആ പരമാത്മാ ഈശ്വരൻ ധർമ്മരക്ഷയ്ക്കായി സജ്ജനരക്ഷയ്ക്കായി അവതരിക്കുന്നു. ഇതാണ് അവതാരത്തിന്റെ ലക്ഷ്യം. ഭഗവാൻ തന്നെയാണ് ഈ അവതാര സ്വരൂപികളായിട്ടൊക്കെ വന്നത്. മത്സ്യമായും കൂർമ്മമായും വരാഹമായും നരസിംഹമായും ഇങ്ങനെ അനവധി രൂപങ്ങളിൽ അവതരിച്ചു. ആ അവതാരങ്ങളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ അവതാരമാണ് ശ്രീകൃഷ്ണാവതാരം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ്. കൃഷ്ണൻ ആരാണ്? അവതാരങ്ങളിൽ വെച്ച് ഏറ്റവും മുഖ്യമാണ്. ഭഗവാൻ സ്വയം, ഭഗവാന്റെ പരിപൂർണ അവതാരമാണ്. മറ്റവതാരങ്ങളൊക്കെ അംശാവതാരമൊക്കെ ആവുന്നേ ഉള്ളൂ. കുറച്ചൊരു ഈശ്വരന ചൈതന്യം വന്നു എന്നേ ഉള്ളൂ. പൂർണ്ണാവതാരം ഒന്നേ ഉള്ളൂ. അതാരാണ്? അത് കൃഷ്ണാവതാരം മാത്രമാണ്. മറ്റവതാരങ്ങളൊന്നും പൂർണ്ണമല്ല. ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും മോക്ഷത്തെയും മുഴുവൻ പ്രദാനം ചെയ്യാൻ ആർക്ക് സാധിച്ചു? ഭഗവാന് സാധിച്ചു. അതുകൊണ്ട് ഭഗവാൻ പരിപൂർണാവതാരമാണ്. പൂർണ്ണ പുണ്യാവതാരം എന്ന് മേൽപ്പത്തൂരും പറയും. പൂർണ്ണമാണ്, പുണ്യവത്തായ അവതാരവും കൂടിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ അവതരിക്കുമോ ഭഗവാൻ? ചില ചോദിക്കും, എല്ലാം ഈശ്വരൻ തന്നെയാണെങ്കിൽ പിന്നെ എങ്ങോട്ടാ അവതാരം? ശങ്കരാചാര്യസ്വാമികൾ ഗീതാഭാഷ്യത്തിൽ പറയും, സ്വമായയാ ദേഹവാൻ ഇവ ജാതഃ ലോകാനുഗ്രഹം കുർവൻ ഇവ ലക്ഷ്യതയെ എന്ന് കാണാം. സ്വമായയാ ദേഹവാൻ ഇവ ജാതഃ, സ്വന്തം മായയാൽ പരമാത്മാ തന്നെ ധർമ്മരക്ഷയ്ക്കായി സ്വന്തം മായയെ സ്വീകരിച്ച് ദേഹം എടുത്തവനെ പോലെ, ദേഹം എടുത്തു എന്ന് പറയാൻ വയ്യ, പരമാത്മാവിന് ദേഹം എടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ദേഹം എടുത്തവനെ പോലെയായി
കർമ്മങ്ങളൊക്കെ ചെയ്ത് ലോകാനുഗ്രഹം കുറവഞ്ഞിവ, ലോകത്തെ അനുഗ്രഹിച്ചു എന്നൊക്കെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? തോന്നിപ്പിക്കുന്നു. വാസ്തവത്തിൽ ഭഗവാൻ അവതരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഭഗവാനാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അവതാരം വരുന്നില്ല. വ്യാവഹാരികമായി അവതരിച്ചു എന്ന് പറയാം. നമ്മളെ രക്ഷിക്കാനായി അവതരിച്ചു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള അവതാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം കൃഷ്ണാവതാരമാണ്. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ എന്ന് പറയാൻ ശരിക്കും ആരെ കൊണ്ടേ പറയാൻ പറ്റുള്ളൂ? ആരെ കൊണ്ടേ അത് പറയാൻ വയ്ക്കൂ? കൃഷ്ണനെ കൊണ്ട് മാത്രമേ പറയാൻ വയ്ക്കൂ. നമ്മൾ ആ പൂർണ്ണതയെ പ്രാപിച്ചിട്ടുണ്ടോ? നമ്മളാരെയും പൂർണ്ണതയെ പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾക്കും ഈ മന്ത്രം ബാധകമാക്കാം. അതും പരിപൂർണമാണ്. ഈ നമ്മളും വാസ്തവത്തിൽ ആരാണ്? നമ്മളും പരിപൂർണമാണ്. നമുക്ക് നമ്മളെ പരിപൂർണതയെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളാരാ? നമ്മൾ പൂർണ്ണാവതാരാണെന്ന് പറയാം. എന്നാ ശ്രീകൃഷ്ണ ഭഗവാനോ? താൻ അറിയാം, തനിക്കറിയാം താൻ ആരാണ്? പരിപൂർണമാണ് എന്നറിയാം. അപ്പൊ പൂർണ്ണമത പൂർണ്ണമിതം എന്നുള്ള മന്ത്രം ശരിക്കും ആരുടെ പേരിലേ പറയാൻ കഴിയൂ? ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരിൽ മാത്രമേ പറയാൻ കഴിയൂ. ഒരിക്കൽ പോലും ഒരു ദുഃഖം പോലും ഭഗവാൻ ഉണ്ടായിരുന്നില്ല. തരതി ശോകം ആത്മവിത്ത്, ആത്മാവിനെ അറിഞ്ഞവൻ എന്തുണ്ടാവില്ല? ദുഃഖങ്ങൾ ഉണ്ടാവില്ല. ദുഃഖിക്കാനുള്ള സാഹചര്യമൊക്കെ ഭഗവാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ദുഃഖം പോലും ഭഗവാൻ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? സ്വന്തം പരിപൂർണമായ ആ ആനന്ദത്തെ അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന തത്വമാണ് ഭഗവാൻ. അപ്പം ഈ വിളക്കിന്ന് നമുക്ക് എത്ര തിരി വേണമെങ്കിൽ കത്തിച്ചു കൊണ്ടുപോവാം. ഈ വിളക്കും പരിപൂർണമാണ്, എടുത്ത തിരികളോ അതും പരിപൂർണം തന്നെ, ഒരു വ്യത്യാസമില്ല. അപ്പം അങ്ങനെ ഏകനായ ആ പരമാത്മാ സജ്ജനരക്ഷയ്ക്കായി അനവധി അവതാരങ്ങളെ സ്വീകരിച്ചു. ആ അവതാരങ്ങൾക്കൊക്കെ മൂല കാരണം ഏകനായ അവിടുന്ന് തന്നെയാണ്, പരമാത്മാവായ അവിടുന്ന് തന്നെയാണ്. പിന്നെ പറയാണ്, എന്നാഭിപത്മഭവനാത് അഹം ആവിരാസം, അങ്ങയുടെ ആ നാഭിയിലുണ്ടായ താമരയിൽ നിന്ന്, താമരയാകുന്ന സ്ഥാനത്തിൽ നിന്ന്, താമരയിൽ നിന്ന് അഹം ആവിരാസം, ഞാൻ ഉണ്ടായി എന്നാണ്. ബ്രഹ്മാവ് ഭഗവാനിൽ നിന്നുണ്ടായി. ഏകനും അദ്വിതീയനുമായ ആ ചൈതന്യത്തിൽ നിന്ന് ആര് ജനിച്ചു? ബ്രഹ്മാവ് ജനിച്ചു. പറയുന്നുണ്ട്, ബ്രഹ്മ ദേവാനാം പ്രഥമ സംബഭൂവ, ദേവന്മാരിൽ ആദ്യനാണ് ബ്രഹ്മാവ് എന്നാണ്. ഭഗവാന്റെ ഏറ്റവും ആദ്യത്തെ അവതാരം എന്ന് വേണമെങ്കിൽ ആരെ പറയാം? ബ്രഹ്മാവിനെ പറയാം. ദേവാനാം പ്രഥമ സംബഭൂവ, ദേവന്മാരിൽ ആദ്യനാണ്, പ്രഥമനാണ് ബ്രഹ്മാവ്. നാദപരം പരമയത് ഭവതസ്വരൂപം ആനന്ദമാത്രമവികൽപ്പമവിദ്ധവർച്ച പശ്യാമി വിശ്വസൃജമേകമവിശ്വമാത്മൻ ഭൂതേന്ദ്രിയാത്മകമതസ്ത ഉപാശ്രിതോസ്മി. പരമ, ഭഗവാനെ വിശേഷിപ്പിക്കുക, സംബോധന ചെയ്യാണ്. പരമ, സർവ കർമ്മങ്ങൾക്കും ഉപരിയായിരിക്കുന്നവനാണ് അവിടുന്ന്, ഉത്കൃഷ്ടനായ തത്വമാണ് അവിടുന്ന്. പരമ, ആനന്ദമാത്രം, ആനന്ദസ്വരൂപമായും അവികൽപ്പം, യാതൊരു തരത്തിലുള്ള വികൽപ്പങ്ങളും ബാധിക്കാത്തതായും. വികൽപ്പം എന്താ നമുക്ക് ഒന്ന് വിസ്തരിക്കാം, അവിടെ നിൽക്കട്ടെ. ആദ്യം ഓരോരോ പദത്തിന്റെ അർത്ഥം നമുക്ക് പറയാം. അവിദ്ധവർച്ച, മറയ്ക്കപ്പെടാത്ത ചൈതന്യത്തോടു കൂടിയതും. ഭവതഃ യത് സ്വരൂപം, അങ്ങയുടെ ഏതൊരു സ്വരൂപമുണ്ടോ, അതഃ പരം, ഈ സ്വരൂപത്തിൽ നിന്ന് മുകളിലായി. ന പശ്യാമി, ഞാൻ യാതൊന്നും കാണുന്നില്ല. അങ്ങയുടെ ഈ പരമമായ രൂപത്തിൽ നിന്ന് മുകളിലായി ഞാൻ ഒന്നും കാണുന്നില്ല. അവിശ്വം, വിശ്വത്തിൽ നിന്ന് വിലക്ഷണമായതും. വിശ്വസൃജം, ഈ വിശ്വത്തിന്റെ നിമിത്തകാരണമായതും. ഭൂതേന്ദ്രിയാത്മകം, ഭൂതങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആധാരമായിരിക്കുന്നതും. ഏകം, ഒന്നു മാത്രമായിരിക്കുന്നതും. തേ അധഃ രൂപം, അങ്ങയുടെ ഈ രൂപത്തെ. ഉപാശ്രിതഃ അസ്മി, ഞാൻ ആശ്രയിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ആനന്ദമാത്രം, ഭഗവാന്റെ സ്വരൂപം എങ്ങനെയുള്ളതാണ്? ആനന്ദമാത്രം, ആനന്ദം ബ്രഹ്മേതി വ്യജാനാത്, ആനന്ദമാണ് ഭഗവാൻ. ഒരു തരത്തിലുള്ള ദുഃഖമോ അവിദ്യയാൽ ബാധകമാകുന്ന അജ്ഞാനത്താൽ ഉണ്ടാവുന്ന ഈ പലതായിട്ട് കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തിലാണ് ദുഃഖം ഉണ്ടാവുന്നത്. എന്നാൽ അജ്ഞാനത്തിന്റെ ലവലേശം ഒരു സ്വാധീനം പോലും ഭഗവാനിലില്ല. അജ്ഞാനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ഭഗവാൻ ആരായി? ആനന്ദമായിരിക്കുന്നു. ആനന്ദമാത്രം
അവികൽപ്പം, ഒരു തരത്തിലുള്ള വികൽപ്പവും ഭഗവാനില്ല. പറയുന്നില്ലേ ആചാര്യസ്വാമികള്, ഒരു ജാതിയിലാണ് ഈശ്വരൻ എന്ന് പറയാൻ കഴിയില്ല, ഒരു വർഗത്തിൽപ്പെട്ടതാന്ന് പറയാൻ കഴിയില്ല. ജാതി, രൂപം, നാമം, ക്രിയ, ഗുണം, ബന്ധം ഇതൊന്നുമില്ലാത്തവനാണ് ഭഗവാൻ. ജാതി നീതി കുലഗോത്രദൂഷിതം, ജാതിയോ നീതിയോ കുലമോ ഗോത്രമോ ഒന്നും ആർക്കില്ല? ബ്രഹ്മത്തിനില്ല. മനുഷ്യനാണ് ബ്രഹ്മം എന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. കാക്കയാണ് ബ്രഹ്മം എന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. പൂച്ചയാണെന്ന് പറയാൻ പറ്റുമോ? എന്നാൽ ഇതൊക്കെ ബ്രഹ്മാണ്, അങ്ങനെ പറയാം. ഈശ്വരൻ കല്ലാണ് എന്ന് പറയരുത്. വിവേകാനന്ദ സ്വാമികളുടെ പ്രസിദ്ധമായ ഉദാഹരണമാണ്. ഈശ്വരൻ കല്ലാണ് എന്ന് പറയരുത്, കല്ല് ഈശ്വരനാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഈശ്വരൻ കല്ലാണ് എന്ന് പറഞ്ഞാൽ അപകടമായി. ഈശ്വരൻ സർവദേശീയനാണ്. സർവദേശീയനായ ഈശ്വരനെ എവിടേക്ക് കൊണ്ടുവന്നു? ഒരു കല്ലിലേക്ക് ഒതുക്കി ഏകദേശസ്ഥിതനാക്കി തീർത്തു. സർവദേശസ്ഥിതനായ ഭഗവാനെ ഏകദേശസ്ഥിതനാക്കി തീർക്കുക ചെയ്യുന്നത്. ഈശ്വരൻ കല്ലാണെന്ന് പറയരുത്, നമുക്ക് എങ്ങനെ പറയാം? കല്ലും ഈശ്വരനാണ് എന്ന് പറയാം. പക്ഷി കാക്കയാണ് എന്ന് പറയരുത്, അത് തെറ്റാ. പക്ഷി കാക്കയാണെന്ന് പറഞ്ഞാലോ ആ വാചകം ശരിയല്ല. കാക്ക പക്ഷിയാണ് എന്ന് പറയാം. കാക്ക എന്താണ്? പക്ഷിയാണെന്ന് പറയാ. പക്ഷി ശ്രദ്ധിച്ചാൽ നോക്കൂ, പക്ഷി കാക്കയാണെന്ന് പറഞ്ഞാലോ അത് തെറ്റല്ലേ? പക്ഷി മാത്രമേ കാക്കയാവും വരും, കാക്ക മാത്രമേ പക്ഷിയായിട്ടുള്ളൂ എന്ന് വരും. ശരിക്കും കാക്ക മാത്രമല്ലല്ലോ, തത്തയും മൈനയൊക്കെ എന്താണ്? പക്ഷി തന്നെയാണ്. അപ്പൊ പക്ഷി കാക്കയാണെന്ന് പറയരുത്, കാക്ക പക്ഷിയാണ് എന്ന് പറയാം. അതുപോലെ ഭഗവാൻ മനുഷ്യനാണെന്ന് പറയരുത്, മനുഷ്യൻ ആരാണ്? മനുഷ്യനിൽ ഭഗവാൻ ഉണ്ട്, മനുഷ്യനും ഭഗവാനാണ്. മൃഗമോ? മൃഗവും ഭഗവാനാണ്. നവൈ സവൈ ന ദേവാസുര മർത്യതിര്യക്ക് ന സ്ത്രീ ന ഷണ്ടോ ന പുമാൻ ന ജന്തു നായം ഗുണ കർമ്മ ന സൽ ന ചാസത് നിഷേധശേഷോ ജയതാത് അശേഷ എന്ന് ഗജേന്ദ്രനും പറയുന്നുണ്ട്. സവൈന ദേവാസുര മർത്യതിര്യക്, ലയോ ഭഗവാനെ, അവിടുന്ന് ദേവനല്ല, അവിടുന്ന് അസുരനല്ല, മർത്യനല്ല, തിര്യക്ക് ഇഴജാതികളല്ല, ന സ്ത്രീ ന ഷണ്ടോ സ്ത്രീയല്ല, നപുംസകമാണോ നപുംസകവുമല്ല, ന പുമാൻ ന ജന്തു പുരുഷനാണോ അല്ല, ജന്തു ജീവിയാണോ അല്ല, ഒരു മൃഗം ആണോ അല്ല. എന്താണത്? നിഷേധശേഷോ ജയതാതശേഷ. ഈ കാണുന്നതിനൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്നതാണ് പരമാത്മാ. അങ്ങനെ ഓരോന്നും അല്ല 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 എന്ന് പറഞ്ഞാൽ അവസാനം ഒന്നിലേക്ക് ഉറയ്ക്കും. ഒന്നല്ല എന്ന് പറയണമെങ്കിൽ ഒന്നുണ്ടെങ്കിലല്ലേ അല്ല 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 എന്ന് പറയാൻ കഴിയുള്ളൂ. ഒന്നുണ്ടാവണം, ഒന്നുണ്ടെങ്കിലേ ഇതല്ല 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 എന്ന് പറയാൻ കഴിയൂ. അപ്പൊ ഇതല്ല, മനുഷ്യനാണോ അല്ല, മൃഗമാണോ അല്ല, എന്നാൽ ശരീരമാണോ അല്ല, മനസ്സാണോ അല്ല, ബുദ്ധിയാണോ അല്ല, ഇതൊന്നുമല്ല. അവസാനം ഇവയ്ക്കൊക്കെ സാക്ഷിയായിരിക്കുന്ന, മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും എല്ലാറ്റിനും സാക്ഷിയായിരിക്കുന്ന കേവല സത്തയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആബ്സല്യൂട്ട് എക്സിസ്റ്റൻസ്, ആത്യന്തികമായ ഉണ്മ. ഇതിലപ്പുറത്തേക്ക് ഒരു ഉണ്ട് എന്ന് പറയാനില്ല. ആത്യന്തികമായ ഉണ്മ. അപ്പം ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ മനുഷ്യൻ ഇന്നയാളാണെന്ന് പറയും. ഇതൊരു പേരിൽ നമ്മൾ പറയും. വാസ്തവത്തിൽ ഈ പേരിന് കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ശരീരമാണ്. ശരീരത്തിലാണ് ആ വ്യക്തി ഇരിക്കുന്നത്, ശരീരത്തിലാണ് അദ്ദേഹം ഉള്ളതായിട്ടിരിക്കുന്നത്. ഈ ശരീരത്തിന് കാരണം എന്താ? ശരീരത്തിന് കാരണം, ശരീരത്തിന്റെ പിന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ എവിടേക്ക് എത്തും? അണുവിലേക്ക് എത്തും. അപ്പൊ ആ വ്യക്തി വാസ്തവത്തിൽ ആരാണ്? ഒരു പേരിൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന വ്യക്തി. ഉദാഹരണത്തിന് രാഘവൻ എന്നുള്ള പേരായിക്കോട്ടെ. ഈ രാഘവൻ എന്നുള്ള വ്യക്തി ഉണ്ട്, അദ്ദേഹത്തിന് ഉള്ളത് എന്തിലായിരിക്കുന്നത്? ആദ്യം നമ്മൾ ശരീരത്തിലാണ് രാഘവൻ ഉള്ളതായിട്ട് കണ്ടത്. പിന്നെ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് പോയപ്പോഴോ ശരീരത്തിന് കാരണമായ അണുവിലാണ് ആയിരിക്കുന്നത്? രാഘവൻ വർത്തിക്കുന്നത്. അതിനും പിന്നോട്ടേക്ക് പോയി കഴിഞ്ഞാലോ ഈ രാഘവൻ ഇരിക്കുന്നത് എന്തിലാണ്? അണുവിനും കാരണമായ സൂക്ഷ്മങ്ങളായ വസ്തുവിലാണ് രാഘവൻ സത്യമായിട്ടിരിക്കുന്നത്. അങ്ങനെ വീണ്ടും പിന്നോട്ടേക്ക് പോയാലോ അതിനും കാരണമായ ഒരു സൂക്ഷ്മമായ കണികയിലാണ് രാഘവൻ സത്യമായിട്ടിരിക്കുന്നത്. ഇങ്ങനെ പിന്നോട്ട് പോയാൽ ഒന്നുമില്ല എന്ന് പറയാൻ വയ്ക്കുമോ? ഒന്നുമില്ല എന്ന് പറയരുത്. ഒന്നുമില്ല എന്നാ ഒന്നുമില്ലായ്മ ഉണ്ടല്ലോ അല്ലെ? ഇല്ലായ്മയാണ്, ശൂന്യമാണ്. രാഘവൻ ചാൽ ആരാണ്? ശൂന്യതയിലാണ് രാഘവൻ ഇരിക്കുന്നത്, ശൂന്യതയിലാണ്. അപ്പൊ ആരുണ്ട്?
ശൂന്യതയിൽ രാഘവൻ ഉണ്ടാവുമോ? ഉണ്ടാവുമോ? ശൂന്യതയിൽ ഒരാൾ ഇരിക്കുവോ? ഞാൻ ശൂന്യതയിലാണോ ഇരിക്കുന്നത്? ഞാനുണ്ട്. അപ്പൊ ശൂന്യ ഇല്ലായ്മയാണ്. ഇല്ലായ്മയ്ക്ക് ഒരു ഉണ്മ ഉണ്ടാവുമോ? അപ്പൊ ശൂന്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ശൂന്യതയിലാണ് രാഘവൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശൂന്യത ഉണ്ട്. അപ്പൊ ശൂന്യത എന്തിനാ മുകളായിരിക്കുന്നത്? എന്തിന്റെ മുകളായിരിക്കുന്നത്? ഉണ്മയുടെ മുകളിലല്ലേ ഇരിക്കുന്നത് ശൂന്യത. ഒന്നും കൂടി പറയുകയാണെങ്കിൽ, ഉദാഹരണോടും പറയുകയാണെങ്കിൽ, മൺപാത്രത്തിനാൽ മണ്ണ് കൊണ്ടൊരു പാത്രം ഉണ്ടാക്കി, ഒരു കുട ഉണ്ടാക്കി. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? മൺകുടം ഉണ്ട് എന്ന് പറയുന്നു. മൺകുടം ഉണ്ട് എന്ന് പറയണമെങ്കിൽ മൺകുടം ഉണ്ട്. മൺകുടത്തെ ഉള്ളതാക്കി നിർത്തുന്നത് എന്താ? വാസ്തവത്തില് മണ്ണാണ്. മണ്ണിലല്ലേ മൺകുടം സത്യമായിട്ടിരിക്കുന്നത്? അല്ലേ? മണ്ണില്ലെങ്കിൽ എന്തില്ല? മൺകുടം സത്യമല്ല. ഈ പിന്നോട്ട് പോയി ആറ്റത്തിലാണ് ഞാൻ. ആറ്റം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആറ്റം എന്തിലായിരിക്കുന്നത്? ഉണ്മയിലാണ് ആറ്റം സത്യമായിരിക്കുന്നത്. മൺകുടം ഉണ്ടെങ്കിൽ മൺകുടം സത്യമായിരിക്കണം. എന്ത് വേണം? മണ്ണ് വേണം. ഇതുപോലെ ആറ്റം ഉണ്ട് എന്ന് പറയണമെങ്കിൽ ആറ്റത്തിന് കാരണമായ ഒരു ഉണ്മ വേണം. ആ ഉണ്മയിലാണ് ആറ്റം സത്യമായിരിക്കുന്നത്. അത് സത്യമാണെന്ന് പറയണമെങ്കിലോ, ആ സൂക്ഷ്മമായ കണം സത്യമാവണമെങ്കിലോ അതിന്റെ പിന്നിലൊരു ഉണ്മ വേണം. ആ ഉണ്മയിലാണ് ആറ്റത്തിന് കാരണമായ സൂക്ഷ്മമായ കണം സത്യമായിരിക്കുന്നത്. ഇങ്ങനെ എത്ര പിന്നോട്ട് പോവുകയാണെങ്കിലും ഒരു ഉണ്മ എന്നുള്ള ഭാവത്തെ ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. ഉണ്മ എന്ന ആ അവസ്ഥയെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആർക്കാ നിഷേധിക്കാൻ കഴിയുക? അപ്പൊ പിന്നോട്ട് പോയാൽ ഒന്നുമില്ല, ശൂന്യമാണെന്ന് പറഞ്ഞാലോ, ശൂന്യത ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ശൂന്യതയിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. ശൂന്യത ഉണ്ട്. അപ്പൊ ശൂന്യത എന്തിന്റെ മുകളിലാ? ശൂന്യത എന്തിന്റെ മുകളിലാ? ഉണ്മയുടെ മുകളിൽ. ശൂന്യത ഉണ്ടെങ്കിൽ എന്തുണ്ട്? ശൂന്യതയ്ക്ക് കാരണമായ ഒരു ഉണ്മ വേണം. വേണ്ടേ? ഇപ്പൊ ശൂന്യത ഇല്ല. അതിനെയാ ഞങ്ങളും പറഞ്ഞത്, ശൂന്യത ഇല്ല. ഇങ്ങനെയാണ് ശങ്കരാചാര്യസ്വാമികള് ബൗദ്ധന്മാരെയും ജൈനന്മാരെയും ഒക്കെ ഈ രാജ്യത്ത് നിന്ന് ഓടിച്ചത്. ദണ്ട് കൊണ്ട് അടിച്ചോടിച്ചു എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ദണ്ട് കൊണ്ട് അടിച്ചോടിച്ചു എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള വടിയെടുത്ത് അടിച്ചോടിച്ചതല്ല. അദ്ദേഹത്തിന്റെ ശക്തമായ യുക്തി ദണ്ട് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ബൗദ്ധന്മാരെയൊക്കെ ഇവിടുന്ന് ഓടിച്ചത്. ബൗദ്ധന്മാരുടെ വാദമാണ് ശൂന്യവാദം എന്നുള്ളത്. ഒക്കെ ശൂന്യമാണ് എന്നാ പറയാ. പിന്നോട്ട് പോയാൽ എല്ലാം ശൂന്യമാണ്, ഒന്നുമില്ല. അപ്പൊ ശങ്കരാചാര്യ സ്വാമിയോട് ചോദിച്ചു, ഇല്ലായ്മ ഉണ്ടല്ലോ അല്ലേ? ആ, ഇല്ലായ്മ ഉണ്ട്. ഇല്ല ഉണ്ട്. എന്താ പറയേണ്ടത് നിശ്ചയില്ലാണ്ടേ പോയി. ഇല്ലായ്മ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ എങ്ങനെയാ ഉണ്ടാവുക? ഉള്ളതിന്റെ മുകളിൽ എങ്ങനെയാ ഇല്ലായ്മ ഉണ്ടാവുക? ഇല്ലായ്മ ഉണ്ടെങ്കിൽ ഇല്ലായ്മയ്ക്ക് കാരണമായിട്ട് ആര് വേണം? ഒരു ഉണ്മ വേണം. വേണ്ടേ? ഇല്ലായ്മ ഉണ്ടെങ്കിൽ മൺകുടം ഉണ്ട് എന്ന് പറയണമെങ്കിൽ മൺകുടത്തിന് കാരണമായിട്ട് മണ്ണ് വേണമെന്ന് പറയും പോലെ, ഇല്ലായ്മ ഉണ്ടെങ്കിൽ ഇല്ലായ്മയ്ക്ക് കാരണമായിട്ട് ആര് വേണം? ഉണ്മ വേണം. ഉണ്മയിലാണ് ഇല്ലായ്മ ഇരിക്കുന്നത്. ഇത് കേട്ടപ്പോ ബൗദ്ധന്മാര് പറഞ്ഞു, ഇല്ലായ്മ ഇല്ല. അത് ഞാനും പറഞ്ഞത്, ഇല്ലായ്മ ഇല്ല. എന്തേ ഉള്ളൂ? ഉണ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ആ ഉണ്മ, ആ ഉണ്മയിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ സത്യമായിരിക്കുന്നത്. ആനന്ദമാത്രം അവികൽപ്പം. അത് എല്ലാറ്റിനെയും നിഷേധിച്ചു കഴിഞ്ഞാൽ എവിടേക്ക് എത്തുന്നു? ഈ കേവലമായ സത്തയിലേക്ക് എത്തിച്ചേരുന്നു. പറയുന്നില്ലേ, ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുൾ. ഈ കാണുന്നതിനൊക്കെ അങ്ങനെ നിഷേധിച്ച് പോയാൽ അവസാനം നിഷേധിക്കാൻ കഴിയാത്ത, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കേവലമായ സത്തയിലേക്ക്, ഉണ്മയിലേക്ക് എത്തിച്ചേരും. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃതി നിൽക്കുന്ന മാധ ഹരിനാരായണായ നമ. എഴുത്തച്ഛൻ പറയും, കത്തുന്ന വിളക്ക് പോലെ. സൂര്യൻ ഉണ്ട് എന്ന് കാണാൻ ടോർച്ചടിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? സൂര്യൻ ഉദിച്ചു നോക്കാൻ ടോർച്ചടിക്കേണ്ട ആവശ്യമില്ല. സൂര്യനാൽ ഈ ലോകം മുഴുവൻ പ്രകാശിതമായി തീരും പോലെ ഈ കേവലമായ സത്തയാൽ ഞാനും നിങ്ങളൊക്കെ സത്തയായി ഉള്ളതായി നിലനിൽക്കുന്നു. ഞാനും നിങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം, നിലനിൽക്കാൻ കാരണം ഈ സത്തയിലാണ്. ഈ സത്തയിൽ നമ്മളൊക്കെ സത്യമായി ഇരിക്കുന്നു. ആഭരണങ്ങളൊക്കെ സ്വർണത്താൽ സത്യമായതുപോലെ ഞാനും നിങ്ങളൊക്കെ ഈ കേവലമായ സത്തയിൽ സത്യമായി ഇരിക്കുന്നു. അതാണ് അവികൽപ്പം എന്ന് പറഞ്ഞാൽ. ഒരു തരത്തിലുള്ള വികല്പവുമില്ലാതെ, ജാതിനീതി കുലഗോത്രദൂഷിതം നാമരൂപ ഗുണദോഷവർജിതം. ആചാര്യസ്വാമികൾ പറയും, നാമരൂപ ഗുണദോഷവർജിതം. നാമമോ രൂപമോ ഒന്നുമില്ല. എല്ലാറ്റിനും ആശ്രയമായിരിക്കുന്നത്
ഈ നാമവും രൂപവുമെല്ലാം ഏതൊരു സത്തയിൽ നിന്നാണോ ഉത്ഭവിച്ചത്, ഏതൊരു അസ്തിത്വത്തിൽ നിന്നാണോ ഈ നാമരൂപങ്ങളൊക്കെ ആവിർഭവിക്കപ്പെട്ടത്, അതുകൊണ്ടാണ് ബ്രഹ്മം എന്ന് പറയാൻ കാരണം. ബ്രഹ്മണാത് ഇതി ബ്രഹ്മ, ബ്രഹ്മണം ചെയ്യുന്നത് കൊണ്ട് ഈ നാമരൂപങ്ങളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് ഏതൊരു ചൈതന്യമാണോ ആ ചൈതന്യമാണ് ബ്രഹ്മം. അതാണ് അർത്ഥം. ബ്രഹ്മണാത് ഇതി ബ്രഹ്മ, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യം. പിന്നെ പറയാണ് ആനന്ദമാത്രം അവികൽപ്പം അവിദ്ധവർച്ച, മറയ്ക്കപ്പെടാത്ത ചൈതന്യത്തോടുകൂടി. ഈ കേവലമായ സത്ത, ആ സത്തയ്ക്ക് യാതൊരു തരത്തിലുള്ള മറവോ മായയാൽ ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള മൂടലോ മറവോ ആ സത്യത്തിനില്ല. ഇപ്പം നമ്മൾ കാണുന്ന സത്യം എങ്ങനെയുള്ളതാണ്? മായയാൽ മൂടി നിൽക്കുന്നതാണ്. കേവലമായ സത്തയല്ല നമ്മൾ കാണുന്നത്, മായയാൽ ബാധിക്കപ്പെട്ടതിനെയാണ് നമ്മൾ കാണുന്നത്. അതപ്പരം, ഇതിൽ നിന്ന് മുകളിലായി ന പശ്യാമി, ഞാൻ ഒന്നും കാണുന്നില്ല. ഈ കേവലമായ ചൈതന്യത്തിൽ നിന്ന് മുകളിലായി ഞാൻ ഒന്നും കാണുന്നില്ല. അങ്ങ് എങ്ങനെയുള്ളവനാണ്? അവിശ്വം, ലോകവിലക്ഷണവും വിശ്വത്തിന് കാരണമായിരിക്കുന്നതും, ഈ കാണുന്ന വിശ്വത്തിന് കാരണമായിരിക്കുന്നതും. ഇപ്പൊ വിശ്വം ഉണ്ടാവാൻ കാരണം ഈ ചൈതന്യമാണ്. ഈ ചൈതന്യം തന്നെ വിശ്വാകാരേണ മാറി നിൽക്കുന്നു, അങ്ങനെ പറയാം. അതുകൊണ്ടാണ് വിശ്വസ്മൈ നമ ആരംഭിച്ചത്. വിശ്വം വിഷ്ണുർ വഷട്കാരോ, ആദ്യം തന്നെ എന്താ പറഞ്ഞത്? വിശ്വം വിശ്വസ്മൈ നമ. വിശ്വമായി വർത്തിക്കുന്നതാരാ? ഈശ്വരൻ തന്നെ. വിശ്വമായതിന് മുൻപുള്ളതാരാണ്? അതും ഈശ്വരൻ തന്നെ. ഈ വിശ്വം മുഴുവൻ തിരോഭവിച്ചാലോ അപ്പോഴും ആരെയുള്ളൂ? ഈശ്വരൻ തന്നെയുള്ളൂ. വിശ്വത്തിന് കാരണമായ തത്വം വാസ്തവത്തിൽ അവിടുന്ന് തന്നെയുള്ളൂ. ആ കാരണം തന്നെയാണ് വിശ്വമായി മാറി നിൽക്കുന്നതും. ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ്. ഈ വിവാഹത്തിന് അച്ഛൻ പുറപ്പെട്ടു, പണ്ടം വാങ്ങണം. അങ്ങനെ പേപ്പറൊക്കെ നോക്കിയപ്പോഴാണ് ഒരു പരസ്യം കണ്ടത്. പരസ്യത്തിൽ എന്താ എഴുതിയത്? പണിക്കൂലി തീരെ ഈടാക്കാത്ത ഒരു ജ്വല്ലറി. പണിക്കൂലി തീരെ ഈടാക്കാത്തൊരു ജ്വല്ലറിയാണ്. അവിടേക്കായി പോവാൻ നിശ്ചയിച്ചു. പിന്നെ പണിക്കൂലിൻ്റെ പ്രശ്നമില്ലല്ലോ, ആ ചെലവ് കുറയല്ലോ. അങ്ങനെ അച്ഛനും മകളും കൂടി നേരെ ആഭരണമൊക്കെ എടുക്കാനായി ചെന്നു. മകൾ വിവാഹത്തിന് തൻ്റെ കൂട്ടുകാരോടൊപ്പം നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ച് ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. മകൾ ആഭരണങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കി. ഓരോരോ ആഭരണങ്ങളും പുതിയ ഡിസൈനിലൊക്കെ ഉള്ള ആഭരണങ്ങളൊക്കെ വാങ്ങാൻ നോക്കുകയാണ് മകള്. അതൊക്കെ അവിടെയുള്ള ജ്വല്ലറിയുടെ ഷോപ്പിലുള്ള ആൾക്കാർ എടുത്തു കൊടുക്കുന്നുണ്ട്. അവളതൊക്കെ നോക്കിയിരിക്കുന്നു. ഏതാ വാങ്ങേണ്ടത് ഇങ്ങനെ നോക്കുകയാണ്. നല്ല ആഭരണം തന്നെ ആവണം, അതാണ് അവളുടെ ചിന്ത. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? അച്ഛന് രണ്ട് ചിന്തകളുണ്ട്. മകളുടെ കല്യാണമാണ്, തൻ്റെ ഒരേ ഒരു മകളേ ഉള്ളൂ. ആ മകള് നല്ല ആഭരണങ്ങളൊക്കെ അണിഞ്ഞിരിക്കണം, അങ്ങനെ വിവാഹത്തിൽ പങ്കെടുക്കണം, അതാണ് അച്ഛൻ്റെ ആഗ്രഹം. പിന്നെ അച്ഛനൊരു കാര്യം കൂടി നോക്കുന്നുണ്ട്, കീശയിലേക്കും കൂടി നോക്കുന്നുണ്ട്. എത്ര പൈസ ഉണ്ട് തൻ്റെ കയ്യിൽ, അതും കൂടി അച്ഛൻ നോക്കുന്നുണ്ട്. അതിലെ നല്ല ആഭരണം തന്നെ മാത്രമല്ല, മകൾ ആഭരണം മാത്രമേ നോക്കുന്നുള്ളൂ. അച്ഛൻ ആഭരണം നോക്കുന്നുണ്ട്, കൂടെ എന്ത് നോക്കുന്നു? സ്വർണവും കൂടി നോക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടായേ. അച്ഛൻ സ്വർണവും ആഭരണം നോക്കുന്നു, മകൾ ആഭരണം മാത്രം ശ്രദ്ധിക്കുന്നു. ജ്വല്ലറിയുടെ മുതലാളിയോ, അദ്ദേഹത്തിന് ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല. മകളിപ്പോ കമ്മലെടുത്താലും കുഴപ്പമില്ല, പാദസരം എടുത്താലും കുഴപ്പമില്ല, നീ ഏത് മാലെടുത്താലും കുഴപ്പമില്ല, പണിക്കൂലി തീരെ ഈടാക്കുന്നില്ലല്ലോ. എത്ര സ്വർണം ഇവിടുന്ന് വിൽക്കുന്നേ അദ്ദേഹം നോക്കുന്നുള്ളൂ. ജ്വല്ലറിയുടെ ഉടമയെ സംബന്ധിച്ച് അവിടെ എന്താണ്? സ്വർണമാണ് മുഖ്യം. മകൾക്ക് ആഭരണമാണ് പ്രധാനം. അച്ഛന് സ്വർണവും ആഭരണവും പ്രധാനം തന്നെ. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് 3-4 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഈ കുട്ടിയുടെ ഭർത്താവ് പറഞ്ഞു, അതെ, എനിക്ക് ചെറിയൊരു കച്ചവടം ആരംഭിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് നിനക്ക് തന്ന ആ സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ, അച്ഛൻ നിനക്ക് കുറെ സ്വർണം തന്നില്ലേ, ആ സ്വർണ്ണമൊക്കെ എനിക്കും കൊടുത്താ, ഞാനത് കൊണ്ടുപോയിട്ട് പണയം വെക്കട്ടെ. പണയം വെച്ചിട്ട് കുറച്ച് പണം ഉണ്ടാക്കി ഒരു ബിസിനസ് ആരംഭിക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും എന്തായി? ആഭരണങ്ങളൊക്കെ എന്തായി? സ്വർണ്ണമായി. ശരിക്കും ആദ്യം എന്തേ ഉള്ളൂ? സ്വർണം തന്നെയുള്ളൂ. സ്വർണം ആഭരണങ്ങളായിരിക്കും പോലെ ഏകനും അദ്വിതീയനുമായ ഭഗവാൻ ഈ പ്രപഞ്ചാകാരേണ മാറി നിൽക്കുന്നു. ഈ ആഭരണങ്ങളൊക്കെ ഇല്ലാതെയായാലോ അപ്പോഴും എന്തുണ്ട്? സ്വർണം വേറെ നിൽക്കുന്നുണ്ട്. ആഭരണങ്ങളോട് കൂടെ സ്വർണം ഇരിക്കുന്നു, ആഭരണങ്ങളോട് ചേരാതെ സ്വർണം വിട്ടു നിൽക്കുകയും ചെയ്യുന്നു. അതാണ് വ്യതിരേകം എന്ന് പറഞ്ഞാൽ. ചതുശ്ലോകി ഭാഗവത്തിൽ കേട്ടിട്ടുണ്ടാവും, അന്വയ വ്യതിരേകാഭ്യാം യത്സ്യാൽ സർവത്ര സർവദാ.
അന്വയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണം ആഭരണങ്ങളോട് ചേർന്നിരിക്കുന്നതാണ് അന്വയം. ഇതുപോലെ പരമാത്മാ നമ്മളോടൊക്കെ ചേർന്ന് ബോധമായി നമ്മളിലൊക്കെ ഇരിക്കുന്നു, നമ്മളോടൊക്കെ അന്വയിച്ചും കൊണ്ടിരിക്കുന്നു. നമ്മളോട് കൂടെ അങ്ങനെ ഇരിക്കുക മാത്രമാണോ? അല്ല, വേറിട്ട് നിൽക്കുന്നു. ആഭരണങ്ങളോടൊപ്പം സ്വർണം ഇരിക്കുന്നു, ആഭരണങ്ങളിൽ നിന്ന് വിട്ടും സ്വർണം ഇരിക്കുന്നു. അതാണ് വ്യതിരേകം, വേറിട്ട് നിൽക്കുന്നു. അപ്പൊ ഈ വിശ്വത്തോട് ചേർന്നിരിക്കുന്നു, അവിശ്വമായും വിശ്വത്തിൽ നിന്ന് വിട്ടും ആരിയ്ക്കുന്നു? ഭഗവാൻ ഇരിക്കുന്നു. അവിശ്വം എന്താ പറഞ്ഞത്? വിശ്വസൃജ്യം. ഈ പ്രപഞ്ചത്തിന്റെ നിമിത്ത കാരണമായിരിക്കുന്നത് ആരാണ്? അതും ഭഗവാൻ തന്നെ. മാലയാവാനുള്ള കാരണം ആരാണ്? നിമിത്ത കാരണം ആരാ? സാധാരണ പറയുകയാണെങ്കിൽ രണ്ട് കാരണമുണ്ട്. ഒന്ന് ഉപാദാന കാരണം, രണ്ട് നിമിത്ത കാരണം. സ്വർണം മാലയാവാനുള്ള ഉപാദാന കാരണം സ്വർണമാണ്. നിമിത്ത കാരണോ? നിമിത്ത കാരണം തട്ടാനാണ്. അവിടെ രണ്ട് കാരണം വന്നു. സ്വർണം മാലയാവുമ്പോൾ രണ്ട് കാരണമുണ്ട്. ഒന്ന് തട്ടാൻ, രണ്ട് സ്വർണം. തട്ടാൻ എന്ത് ചെയ്യുന്നു? തട്ടാൻ സ്വർണത്തെ മാലയാക്കി മാറ്റുന്നു. നിമിത്ത കാരണം തട്ടാനാണ്, ഉപാദാന കാരണം സ്വർണമാണ്. എന്നാൽ ഇവിടെ പ്രപഞ്ച സൃഷ്ടിയിൽ അപ്പൊ രണ്ട് കാരണമുണ്ടോ? നിമിത്ത കാരണം ഉപാദാന കാരണം രണ്ടായിട്ടുണ്ടോ? രണ്ടായിട്ടില്ല. ഒരേ ഭഗവാൻ തന്നെയാണ് നിമിത്തവും ഉപാദാനവുമായിട്ടിരിക്കുന്നത്. സ്വർണം തട്ടാൻ മാലയാക്കുന്നത് പോലെയല്ല ഈ ബ്രഹ്മം ഈ പ്രപഞ്ചത്തുണ്ടാക്കിയത്. പിന്നെ എങ്ങനെയാ? അവിടെ മനോഹരമായ ഒരു ദൃഷ്ടാന്തത്തിലൂടെ ഉപനിഷത്തിൽ പറയും, ഭാഗവതത്തിലും കാണാം. യഥാ ഊർണനാഭി സൃജത്തെ ഗൃഹതേജ. എപ്രകാരമാണോ ഊർണനാഭി, ഊർണനാഭി എന്ന് പറഞ്ഞാൽ 8 കാലി, സൃജത്തെ ഗൃഹതേജ, ഈ കാണുന്ന വലയെ, ഊർണനാഭി ചിലന്തി വല നിർമ്മിക്കുന്നത് പോലെ ഭഗവാൻ എന്ത് ചെയ്തു? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നാണ്. 8 കാലി വല ഉണ്ടാക്കുന്നത് വേറെ എവിടെയും പോയി വേറെ എവിടെയും വല എടുത്തുകൊണ്ട് വന്നിട്ടാണോ? അല്ല. ശങ്കരാചാര്യസ്വാമികള് മുണ്ടകോപനിഷത്തിന്റെ ഈ ഒരു മന്ത്രത്തിന്റെ ഭാഷ്യത്തിൽ പറയും, കാരണാന്തരദ്വാര, മറ്റ് കാരണങ്ങളൊന്നും കൂടാതെ, കാരണാന്തരം ഇല്ലാതെ, വേറെ കാരണാന്തരങ്ങളൊന്നും ഇല്ലാതെ, 8 കാലി വേറെ ഏതെങ്കിലും കാരണത്തെ സ്വീകരിച്ചിട്ടാണോ വല ഉണ്ടാക്കുന്നത്? അല്ല. മറ്റ് കാരണങ്ങളൊന്നും കൂടാതെ 8 കാലി എന്ത് ചെയ്യുന്നു? അവനവനിൽ നിന്ന് തന്നെ വല ഉണ്ടാക്കുന്നു, താൻ തന്നെ വലയായിട്ട് മാറുന്നു. ഇതുപോലെ ഏകനായ പരമാത്മാ വേറൊന്നിൻ്റെയും സഹായം കൂടാതെ പരമാത്മാവായി തന്നെ ഇരുന്നു കൊണ്ട് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നു. അങ്ങനെയാണ്. അതാണ് വിവർത്തവാദം എന്നാണ് ഇതിന് പറയുക. വിവർത്തവാദം. പരിണാമമല്ല ഉപനിഷത്ത് വേദാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. പരിണമിക്കുന്നതൊക്കെ നശിച്ചു പോകും, പരിണമിക്കുന്നതൊക്കെ നശിച്ചു പോകും. പരിണാമം എന്ന് പറയാൻ എന്താണ്? ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പാല് തൈരാവുന്നതാണ് പരിണാമം. പാല് തൈരാവുമ്പോഴോ, തൈരായി കഴിഞ്ഞാൽ പിന്നെ പാലുണ്ടോ? അവിടെ പാല് നശിച്ചു, തൈരായി. പാല് തൈരാവും പോലെ ബ്രഹ്മം പ്രപഞ്ചമായതല്ല, അത് പരിണാമാവും. ഇപ്പൊ ബ്രഹ്മല്യ എന്ന് പറയേണ്ടി വരും, ഇപ്പൊ പ്രപഞ്ചേ ഉള്ളൂ എന്ന് വരും. അങ്ങനെ വരുന്നില്ല. പാല് തൈരായാൽ, തൈരായി കഴിഞ്ഞാൽ പിന്നെ പാലുണ്ടോ? തൈരായി കഴിഞ്ഞാൽ പിന്നെ പാലുണ്ടോ? അതാണ് പരിണാമത്തിന് ഉദാഹരണം. ബ്രഹ്മം പ്രപഞ്ചമായി പരിണമിച്ചതല്ല, മറിച്ച് ബ്രഹ്മം തന്നെ ബ്രഹ്മമായി ഇരിക്കെ തന്നെ ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നതാണ്. അതാണ് സ്വർണത്തിന് ഉദാഹരണം പറയാൻ കാരണം, അല്ലെ മണ്ണിന്റെ ഉദാഹരണം. ആചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യവ സത്യം. മണ്ണ് മണ്ണായി തന്നെ ഇരിക്കെ ഇവിടെ പല പല മൺപാത്രങ്ങളായി, ചട്ടിയായും ചിരാതായും കലമായും കുടമായും ഒക്കെ മാറി നിൽക്കുന്നു. മണ്ണ് മണ്ണായി തന്നെ ഇരിക്കെ ഈ നാമരൂപങ്ങളായി മാറി നിൽക്കുന്നു. നാമരൂപങ്ങളോടൊപ്പം ഈ മണ്ണുണ്ട്. ചരാതിന്റെ കൂടെയും ചട്ടിയുടെ കൂടെ ഒക്കെ മണ്ണിരിക്കുന്നു. എന്നാ ചരാതിന്റെ കൂടെയും ചട്ടിയുടെ കൂടെയും മാത്രം അങ്ങനെ ഒട്ടി നിൽക്കുകയാണോ മണ്ണ്? അങ്ങനെ ഒട്ടി നിൽക്കുക മാത്രമല്ല, വേറിട്ട് വ്യതിരേകമായി വിട്ടു നിൽക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ബ്രഹ്മം ഈ വിശ്വത്തോട് ചേർന്നു ഇരിക്കുന്നു, വിശ്വത്തിൽ നിന്ന് ഭിന്നമായി വേറിട്ടു നിൽക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. നിമിത്ത കാരണവും ഭഗവാൻ തന്നെ, പ്രപഞ്ചമാവാനുള്ള കാരണം നിമിത്ത കാരണം അതും ബ്രഹ്മം തന്നെ, ഉപാദാന കാരണമോ അതും ബ്രഹ്മം തന്നെ. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സകലം വാസ്തവത്തിൽ ആരാണ്? ബ്രഹ്മം തന്നെ. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും,
നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ഇവിടെ വാസ്തവത്തിൽ എന്തേ ഉള്ളൂ? ഒരു ബ്രഹ്മമല്ലാതെ മറ്റൊന്നില്ല. നമ്മളൊക്കെ വാസ്തവത്തിൽ ആരാണ്? നമ്മളൊക്കെ ബദ്ധനായ ഈശ്വരനാണ് വാസ്തവത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. വിവേകാനന്ദ സ്വാമികൾ പറയും, ബദ്ധനായ ഈശ്വരനാണ് മനുഷ്യൻ. ബദ്ധനായ ഈശ്വരനാണ് മനുഷ്യൻ. മുക്തനായ മനുഷ്യൻ ആരാണ്? ഈശ്വരൻ. ബദ്ധനായ മനുഷ്യൻ ഈശ്വരൻ, ബദ്ധനായ ഈശ്വരൻ മനുഷ്യൻ, മുക്തനായ മനുഷ്യൻ സമം ഈശ്വരൻ. മുക്തനായ മനുഷ്യൻ, നമ്മളിവിടെ ഇരുന്നും കൊണ്ട് ജീവൻ മുക്തിയെ പ്രാപിച്ചാൽ നമ്മളഞ്ഞ് ആരായി? നമ്മളഞ്ഞ് ഈശ്വരനായി. നമ്മളൊക്കെ ആൾദൈവങ്ങളാ. സകല ആൾക്കാർ ആൾദൈവങ്ങളാ. ആൾദൈവങ്ങളല്ലാതെ അവിടെ വേറെ ആരുമില്ല. എല്ലാവരും ആൾദൈവങ്ങളാ. ആൾദൈവങ്ങളൊക്കെ ഒഴിവാക്കണം എന്നല്ലേ പറഞ്ഞത്? സകല ആൾക്കാർ ആൾദൈവങ്ങളാ. നമ്മളുടെ ഉള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ആരായി? നമ്മൾ ഈശ്വരനായി. ദൈവത്തെ തിരിച്ചറിയാത്തിടത്തോളം കാലം നമ്മൾ ആരാവുന്നു? മനുഷ്യനായി ഇരിക്കുന്നു. ഇതാണ് ഉപനിഷത്തിന്റെ സമ്പ്രദായം. ബദ്ധനായ മനുഷ്യൻ, ബദ്ധനായ ഈശ്വരൻ സമം മനുഷ്യൻ. ഭൂതേന്ദ്രിയാത്മകമതസ്ഥ ഉപാശ്രിതോസ്മി. ഭൂതേന്ദ്രിയാത്മകം, ഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും സ്വരൂപമായിരിക്കുന്നതും. ഭൂതം ചാൽ ഇവിടെ കാണപ്പെടുന്നത്, ഈ കാണപ്പെട്ട പഞ്ചമഹാഭൂതങ്ങൾ. അതിനാലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. ഭൂതേന്ദ്രിയാത്മകം, ഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും സ്വരൂപമായിരിക്കുന്നതും. വാസ്തവത്തിൽ ഈ പഞ്ചമഹാഭൂതങ്ങളും അവയിൽ നിന്നുണ്ടായ ഇന്ദ്രിയങ്ങളൊക്കെ ആരിൽ നിന്നുണ്ടായതാണ്? ഈ ഏകനായ പരമാത്മാ തന്നെയാണ് പഞ്ചമഹാഭൂതങ്ങളായും ഇന്ദ്രിയങ്ങളായിട്ടൊക്കെ മാറി നിൽക്കുന്നത്. തൈത്തിരീയത്തിൽ കാണാം, ഏതസ്മാത് ആത്മനഃ ആകാശസംഭൂതഃ ആകാശാത് വായുഃ വായോരഗ്നിഃ അഗ്നേരാപഃ അഭ്യ പൃഥിവീ പൃഥിവ്യാ ഓഷധയഃ ഓഷധീഭ്യോ അന്നം അന്നാത് പുരുഷഃ. സർവം ആരിൽ നിന്നുണ്ടായി? ആത്മാവിൽ നിന്ന്. ഏതസ്മാത് ആത്മനഃ, ഈ പരമ തത്വത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന് പഞ്ചമഹാഭൂതങ്ങൾക്ക് ആദിയായ ആകാശം ഉത്ഭവിച്ചു. ആകാശാത് വായു, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം. എല്ലാത്തിനും കാരണം ആത്മാവ് തന്നെ. പഞ്ചമഹാഭൂതങ്ങളായി മാറി നിൽക്കുന്നതും ആത്മാവാണ്. പഞ്ചമഹാഭൂതങ്ങളിൽ നിന്നും അതുപോലെ രാജസാഹങ്കാരത്തിൽ നിന്നൊക്കെ ഉണ്ടായ ഇന്ദ്രിയങ്ങളോ അതും ഈശ്വരൻ തന്നെ. സാത്വികാഹങ്കാരത്തിൽ നിന്നുണ്ടായ 10 ദേവന്മാരും സാത്വികാഹങ്കാരത്തിൽ നിന്നുണ്ടായ മനസ്സും അതും ആരാണ്? അതും ഭഗവാൻ തന്നെ. അഥവാ മനസ്സായും ഇന്ദ്രിയങ്ങളായും പഞ്ചമഹാഭൂതങ്ങളായും എല്ലാം മാറി നിൽക്കുന്നത് ഒരേ തത്വം തന്നെ, ഒരേ ഈശ്വരൻ. ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പഞ്ചമഹാഭൂതങ്ങൾ ഇങ്ങനെയൊക്കെയായി മാറി നിൽക്കുന്നു എന്നർത്ഥം. അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ എന്ത് ചെയ്യുന്നു? ആശ്രയിക്കുന്നു. ഇതാണ് 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? 4-ാമത്തെ ശ്ലോകം. 25 ശ്ലോകം ഉണ്ട് ഇതിൽ. 25 ശ്ലോകമുള്ളൊരു സ്തോത്രമാണ്. വളരെ വിശിഷ്ടമായ ഒരു സ്തോത്രമാണ്. 36:40 ഒരു 5 മിനിറ്റും കൂടി പറഞ്ഞാൽ, ഇപ്പം ഒരു ശ്ലോകം കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിർത്താം. ഇങ്ങനെയാണ് ഭാഗവതത്തിലുള്ള ഓരോരോ സ്തോത്രത്തിൻ്റെ അവസ്ഥ. ഓരോരോ സ്തോത്രത്തിലെ ഓരോരോ ശ്ലോകങ്ങളിലും ഉപനിഷത്തിന്റെ സാരം അടങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം വിഷയങ്ങളാ ഭാഗവതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഭാഗവതം തന്നെ ഉപനിഷത്തിന്റെ സാരമാണ്. ഭാഗവതം പഠിച്ചാൽ തന്നെ നമുക്ക് വേദാന്ത പ്രക്രിയകളും വേദാന്ത വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഉപനിഷത്ത് അതാണല്ലോ ആദ്യം തന്നെ പറഞ്ഞത്, സർവ വേദേതിഹാസാനാം സാരം സാരം സമുദ്ധൃതം സതു സംശ്രാവയാമാസ മഹാരാജം പരീക്ഷിതം. ശ്രീശുക ബ്രഹ്മർഷി സർവ വേദേതിഹാസാനാം സാരം സാരം, എല്ലാ വേദ ഇതിഹാസ പുരാണങ്ങൾക്ക് മുഴുവൻ സാരമായി, എല്ലാത്തിൻ്റെയും സാരമായി ആണ് പരീക്ഷത്തിനായി ഭാഗവതത്തിലൂടെ ഉപദേശിച്ചു കൊടുത്തത് എന്നാണ്. സകലത്തിൻ്റെയും താല്പര്യം കാണാൻ കഴിയും. പിന്നെ പറയാണ്, തദ്വാ ഇദം ഭുവനമംഗളമംഗളായ ധ്യാനേ സ്മനോ ദർശിതം ത ഉപാസകാനാം തസ്മൈ നമോ ഭഗവതേനുവിധേ മതുഭ്യം യോനാദൃതോ നരകഭാഗ്ധിരസൽ പ്രസംഗൈ. തദ്വാ ഇദം ഭുവനമംഗള. ഭുവനമംഗള ഭഗവാനെ വിശേഷിപ്പിക്കുകയാണ്, സംബോധന ചെയ്യാണ്. മംഗളരൂപനായ ഈശ്വര തേ, അവിടുത്തെ ഉപാസകാനാം ന, ഉപാസകന്മാരായ ഞങ്ങൾക്ക്, ഉപാസകാനാം ന അസ്മാകം ന, ഞങ്ങൾക്ക് ഉപാസകന്മാരായ ഞങ്ങൾക്ക്, മംഗളായ അഭ്യുദയത്തിനായി, ഞങ്ങളുടെ ശ്രേയസ്സിനായി,
ധ്യാനേ ധ്യാനത്തിൽ ദർശിതം ദർശിക്കപ്പെട്ട ദർശിതമായ ഇതം ഈ രൂപം തദ്വൈ ആ രൂപം ഞങ്ങള് ഇപ്പൊ ബ്രഹ്മാവ് പറയാണല്ലോ, ഞാനിപ്പോ ധ്യാനത്തിലൂടെ അങ്ങയുടെ ഉപാസകനായ ഞാൻ ധ്യാനത്തിലൂടെ അങ്ങയുടെ വിഷ്ണു സ്വരൂപത്തെയാണ് കണ്ടത്. ഈ വിഷ്ണു സ്വരൂപം വാസ്തവത്തിൽ എന്താണ്? തദ്വൈ രൂപം, തദ് രൂപം. ആ സച്ചിദാനന്ദം തന്നെയാണ് വിഷ്ണുവായിട്ടിരിക്കുന്നത്. ഏകവും അദ്വിതീയനുമായ ആ പരമാത്മാ തന്നെയാണ് വിഷ്ണുവായി മാറി നിൽക്കുന്നതും ശിവനായി മാറി നിൽക്കുന്നതും ബ്രഹ്മാവായി മാറിയിരിക്കുന്നതും ഒക്കെ ആരാണ്? ഒരേ തത്വം തന്നെയാണ്. രണ്ട് ഉണ്ടോ? രണ്ടില്ല, ഒന്ന് മാത്രം. ഒരു ശ്ലോകത്തിൽ പറയും, രജോജുഷേ ജന്മനി സത്വവൃത്തയേ സ്ഥിതൗ പ്രജാനാം പ്രളയേ തമസ്പൃശേ അജായ സർഗസ്ഥിതിനാശഹേതവേ ത്രീമയായ ത്രിഗുണാത്മനേ നമഃ. ഏകനും അദ്വിതീയനുമായ ആ പരമാത്മാ, നിർഗുണ നിരാകാരമായ ആ ശക്തി എന്ത് ചെയ്തു? സൃഷ്ടി ചെയ്യാനായി ആഗ്രഹിച്ച സമയത്ത് സ്വന്തം അഭിന്നയും അനന്യയുമായ പ്രകൃതിയെ സ്വീകരിച്ചു. പ്രകൃതിക്ക് 3 ഗുണങ്ങളാണ്: സത്വം, രജസ്, തമസ്. അതിൽ രജോ ഗുണത്തെ സ്വീകരിക്കുമ്പോൾ നാം എന്ത് വിളിക്കുന്നു? ഈ ഏകനെ തന്നെ ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നു. തമോ ഗുണത്തെ സ്വീകരിക്കുമ്പോഴോ? രജോ ഗുണത്തെ സ്വീകരിക്കുമ്പോൾ ബ്രഹ്മാവ്, തമോ ഗുണത്തെ സ്വീകരിച്ചാൽ ശിവൻ എന്നുള്ള പേരിൽ പറയുന്നു. സത്വഗുണത്തെ സ്വീകരിക്കുമ്പോഴോ വിഷ്ണു എന്നുള്ള പേരിൽ പറയുന്നു. ഏത് പേരിൽ പറഞ്ഞാലും വാസ്തവം എന്താണ്? 3ഉം നിർഗുണം തന്നെ. നിർഗുണം സഗുണ ഭാവത്തിലായതാണ്, സഗുണ സാകാര ഭാവത്തിൽ കാണുകയാണ്. നിർഗുണനെ തന്നെ എങ്ങനെ കാണുന്നു? സത്വഗുണത്തെ സ്വീകരിച്ച് സാകാര ഭാവത്തിൽ 4 കൈകളോടുകൂടി ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി നമ്മൾ കാണുന്നു. സഗുണ സാകാര ഭാവത്തിൽ കാണുന്നു. വാസ്തവത്തിൽ ആരാ ഈ വിഷ്ണു? ബ്രഹ്മം തന്നെയാണ് വിഷ്ണുവായിട്ടിരിക്കുന്നത്. ബ്രഹ്മം തന്നെയാണ് ശിവനായിട്ടും മാറി നിൽക്കുന്നത്. ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മാവായും മാറി നിൽക്കുന്നത്. ഒരേ ചൈതന്യം തന്നെ 3 ഗുണങ്ങളെ സ്വീകരിച്ച് 3 ഭാവങ്ങളിൽ പറയുന്നു. ഊർജം ഉപാധിയുടെ ഭേദത്തിനനുസരിച്ച് താപോർജമായും ഗതികോർജമായും വൈദ്യുതോർജമായും കാന്തികോർജമായും ഒക്കെ മാറിയിരിക്കും പോലെ ഒരേ ബ്രഹ്മം തന്നെ ഉപാധിയെ സ്വീകരിച്ച് പ്രകൃതിയിലുള്ള ഗുണങ്ങളെ സ്വീകരിച്ച് 3ആയി പറയുന്നു. സൃഷ്ടിയെ ചെയ്യുമ്പോൾ ബ്രഹ്മാവ് എന്ന് പറയുന്നു. സൃഷ്ടി ഉണ്ടെങ്കിൽ എന്തുണ്ട്? സൃഷ്ടി ഉണ്ടോ എന്നുള്ളത് ചോദ്യം. സൃഷ്ടി ഉണ്ടെങ്കിൽ ആരുണ്ട്? സ്ഥിതി ഉണ്ട്. സ്ഥിതി ഉണ്ടെങ്കിൽ ആരുണ്ട്? വിഷ്ണു ഉണ്ട്. സ്ഥിതി ഉണ്ടെങ്കിൽ എന്തു വേണം? സൃഷ്ടി ഉണ്ടെങ്കിൽ സംഹാരവും വേണം. സംഹാരം ഉണ്ടെങ്കിൽ സംഹാരത്തിന് കാരണമായ ശക്തി, ആ ശക്തിയെ നാം പരമശിവൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഞാനിപ്പോ അവിടെ കാണുന്ന ആ വിഷ്ണു രൂപം വാസ്തവത്തിൽ ആരെ തന്നെയാണ്? ഭഗവാനെ തന്നെ, ഏകനായ ഈശ്വരനെ തന്നെയാണ് കാണുന്നത്. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഏതൊരു ദേവതയെ കാണുമ്പോഴും ഏതൊരു ദേവതയെ ഉപാസിക്കുമ്പോഴും ആ ദേവതയിൽ നിൽക്കാതെ, ഇപ്പൊ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വിഷ്ണുവിനെ സ്തുതിക്കുകയാണെങ്കിലും, ഈ ശിവന്റെ അമ്പലത്തിൽ പോയി ശിവനെ പൂജിക്കുകയാണെങ്കിലും, ഈ ദുർഗയെ സേവിക്കുകയാണെങ്കിലും, ആ ദേവതയിൽ ഇരിക്കാതെ ദേവതയ്ക്കും അവലംബമായി നിൽക്കുന്ന പരമാത്മാവിലേക്ക് എത്തണം. ദേവതയിലൂടെ ലക്ഷീകരിക്കപ്പെടുന്ന അദ്വിതീയമായ ബ്രഹ്മത്തിലേക്ക് നാം എത്തണം. അതാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, യോ യോ യാം യാം തനും ഭക്തിയ ശ്രദ്ധയാ അർച്ചിതുമിച്ഛസി തസ്യ തസ്യ അചലാം ശ്രദ്ധാം മാമേവ വിദധാമ്യഹം. യോ യോ യാം യാം തനും ഭക്തിയ, നിങ്ങൾ വിഷ്ണുഭാവത്തിലോ ശിവഭാവത്തിലോ ദുർഗാഭാവത്തിലോ ഒക്കെ ശ്രദ്ധയോടുകൂടി ആരാധിക്കാം. അങ്ങനെ ആരാധിച്ച് ദുർഗയിലും വിഷ്ണുവിലും ശിവനിലും ഇരിക്കാതെ ആദ്യം അങ്ങനെ കാണാം, ദേവീ ദേവന്മാരായിട്ടൊക്കെ കാണാം. അവിടുന്ന് ഉയർന്ന് ആ ദേവീ ദേവഭാവത്തിലൂടെ ഉയർന്ന് എവിടേക്ക് എത്തണം? അതിനും കാരണമായി നിൽക്കുന്ന പരമാത്മഭാവത്തിലേക്ക് എത്തണം. ആ പരബ്രഹ്മഭാവമാണ് വാസ്തവം. ആ പരബ്രഹ്മത്തിനെ നേരിട്ട് നിർഗുണ നിരാകാരമായ സത്യം ശുദ്ധം വിബുദ്ധം ജയതി തപ വപു എന്ന ആ രൂപത്തെ കാണാൻ എളുപ്പമല്ലാത്തതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലേശോ അധികതരസ്തേഷാം അവ്യക്ത ആസക്തചേതസാം. അവ്യക്തോപാസന പ്രയാസമുള്ളതായതിനാൽ ഈ അവ്യക്തത്തെ നമ്മൾ എങ്ങനെ കാണുന്നു? സഗുണ സാകാര ഭാവത്തിൽ കാണുന്നു. ബ്രഹ്മാവ് പറഞ്ഞതുപോലെ നമ്മൾ സഗുണ സാകാരത്തിലായി കാണുന്നത് ആരെ തന്നെയാണെന്ന് മനസ്സിലാക്കണം? ബ്രഹ്മത്തെ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ഏത് ദേവീദേവന്മാരെ പൂജിച്ചു കഴിഞ്ഞാലും അവസാനം ഒരു മന്ത്രമുണ്ട്. പൂജയുടെ അവസാനം, പൂജ കഴിച്ചു കഴിഞ്ഞാൽ അവസാനം ദുർഗയെ പൂജിച്ചാലും വിഷ്ണുവിനെ പൂജിച്ചാലും ശിവനെ പൂജിച്ചാലും ഒക്കെ ഈ ഒരു മന്ത്രം പറയും. ഇതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് നിർത്താം. ഇതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താണ്? ഏത് പൂജയുടെ അവസാനം പറയുക ഒന്ന് തന്നെയാണ്.
ഇതപൂർവം പ്രാണബുദ്ധി ദേഹധർമാധികാരത ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യവസ്ഥാസു മനസ വാച കർമ്മണ ഹസ്താഭ്യാം പൽഭ്യാം ഉദരേണ ശിഷ്ണ യൽ സ്മൃതം യൽ കൃതം യദുക്തം തൽ സർവം ബ്രഹ്മാർപ്പണം ഭവതു സ്വാഹ. ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മവും വിഷ്ണുവിനെ പൂജിച്ചാലും ശിവനെ പൂജിച്ചാലും ഒക്കെ ഈ ഒരു മന്ത്ര ജപിക്കുക. ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആർക്കായിട്ട് തീരണേ? തൽ സർവം ബ്രഹ്മാർപ്പണം ഭവതു, ബ്രഹ്മത്തിനായി സമർപ്പിക്കുന്നു. അപ്പം നമ്മൾ ഉപാസനകളൊക്കെ എവിടേക്ക് എത്തണം? ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരണം. ഇങ്ങനെ കേമായിട്ട് സ്തുതിച്ചു. തസ്മൈ നമോ ഭഗവതേ അനുവിധേമതുഭ്യം. അങ്ങനെയുള്ള അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. അങ്ങയെ സേവിക്കാത്തവരോ, അസത്തുക്കളുടെ ആളുകൾ സത്യത്തിലേക്ക്, മിഥ്യയിൽ സത്യമാണെന്ന് വിചാരിച്ച് അജ്ഞാനത്തിൽ അഹന്തയിലൂടെ പോയി അജ്ഞാനത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്നു. അതുകൊണ്ട് ഭഗവാനെ, ജ്ഞാനത്തിലേക്ക് എത്താനായി ഞങ്ങൾ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ. അങ്ങയുടെ ആ രൂപം ഏത് കാലത്തും, ഈ സച്ചിദാനന്ദ സ്വരൂപം എന്നിൽ ഏത് കാലത്തും ഉറച്ചു നിൽക്കണേ. ഇങ്ങനെ പറഞ്ഞ് ബ്രഹ്മാവ് കേമായിട്ട് സ്തുതിക്കുകയാണ്. 25 ശ്ലോകമുണ്ട്. നമ്മളത് 4 ശ്ലോകം മാത്രമേ ഇപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി വ്യാഖ്യാനങ്ങളൊക്കെ നോക്കി സ്വയം മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് ഇത്രേ പറയാൻ കഴിഞ്ഞുള്ളൂ. കഴിയുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇങ്ങനൊരു അവസരം ഈ ഒരു സ്ഥലത്ത് ഇവിടെ കഴിഞ്ഞ വർഷവും വന്നു, അതിന് മുമ്പത്തെ വർഷവും വന്നു. ഈ ഒരു വേദിയിൽ എനിക്കിവിടെ ഇരിക്കാനും നിങ്ങളായിട്ട് കുറച്ച് സമയം സംസാരിക്കാനൊക്കെ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു വേദി ഒരുക്കി തന്ന ഇതിന്റെ സംഘാടകരോടൊക്കെ കൃതജ്ഞത അറിയിച്ചും കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഹരിയോ. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി.